രാഷ്ട്രീയ നാടകങ്ങളുടെ കുരുക്കിൽപ്പെട്ട് വീണ്ടും ഒരു ചർച്ച കൂടി അലസിപ്പിരിഞ്ഞു. കരുതിയിരുന്നതുപോലെ സംഭവിച്ചു. മോഹന വാഗ്ദാനങ്ങൾ നൽകി ഭരണരംഗത്ത് കയറുന്നവർ സൗകര്യപൂർവ്വം പലതും മറന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ ലജ്ജയാണ് തോന്നുക. പാവപ്പെട്ട തൊഴിലാളികൾ അവർ ആശങ്കകളുമായി കാത്തിരിക്കുന്നു. കാരുണ്യത്തിന്റെ ഒരംശം പോലും തൊഴിലാളികൾക്ക് വേണ്ടി ഭരണവർഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. പിന്നെ എന്തിനു വേണ്ടി ചർച്ചയ്ക്ക് വിളിച്ചു? വെറും ഒരു പ്രഹസനം. വിളിച്ചൊരു ചർച്ച നടന്നില്ലെങ്കിൽ ജനത്തിന്റെ മുന്നിൽ മാപ്പാകില്ല എന്ന തോന്നലുകൊണ്ടാണ് ഈ നാടകം. കരാർ അടിസ്ഥാനത്തിലെ തൊഴിലാളികളെ പണിയിപ്പിക്കുന്നുവെന്ന് ഉടമസ്ഥർ ഒന്നിച്ച് പ്രഖ്യാപിച്ചു. സ്വന്തം നിലയിൽ ഇൻഷൂർ ചെയ്യുന്നതായിരിക്കും പ്രയോജനകരമെന്ന് പോലും പറഞ്ഞു. ESI സംവിധാനം ഇപ്പോഴത്തെ അവസ്ഥയിൽ നടത്താൻ നിവൃത്തിയില്ല. അംഗീകൃത അവധിയുടെ പ്രശ്നം ഇക്കാരണത്താൽ തന്നെ അനുകൂലിക്കാൻ കഴിയില്ല. കരാറുകാരൻ സ്ഥിരമല്ലെന്നുകൂടി അറിയിച്ചു. ഈ പറഞ്ഞതിൽ വിട്ടുവീഴ്ചയില്ലാതെ ഉറച്ചു നിന്നപ്പോൾ അനന്തനും മാത്യുവും അബുവും ചർച്ച തൽക്കാലം നിർത്തിപ്പിരിഞ്ഞു. ഉടൻ തന്നെ നാട്ടിലേക്ക് തിരിച്ചു. മാത്യു നേരിട്ട് മലബാറിലേക്ക് പോയി. ഒരു പ്രക്ഷോഭത്തിൽ കൂടിയേ ഇനി ഒരു മാറ്റം വരാൻ പോണുള്ളൂ എന്നവർ തീർച്ചപ്പെടുത്തി. വൈകുന്നേരം 4:30 അനന്തനും അബുവും കണ്ണാടി കവലയിലെത്തി. അവർ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതും ഓട്ടോ തൊഴിലാളികൾ ഒന്നടങ്കം അടുത്തുകൂടി. കഴിഞ്ഞ സന്ധ്യയിലുണ്ടായ വിവരങ്ങൾ അവർ അറിയിച്ചു. അത് കേട്ടതോടുകൂടി അബുവിന്റെ ഭാവം മാറി. നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നോ? പിന്നെ എന്തുകൊണ്ടാണ് ആ മില്ല് ചാരമാക്കാഞ്ഞത്? എല്ലാവരും മൗനമായി നിന്നു. കവലയിൽ നിന്ന് പലരും അവരുടെ കൂടിക്കാഴ്ച ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഓട്ടോ തൊഴിലാളിയായ എൽദോ അടക്കത്തിൽ പറഞ്ഞു. എല്ലാവരും ഓട്ടത്തിലായിരുന്നു. ആ മറുപടി കൊണ്ടൊന്നും അബുവിന്റെ മനസ്സടങ്ങിയില്ല. മറ്റെന്തൊക്കെയോ പറയാൻ തുനിയുകയാണെന്ന് തോന്നിയപ്പോൾ അനന്തൻ സമാധാനിപ്പിച്ചു. ഇനി നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം കാര്യങ്ങൾ നീക്കാൻ. അതുകൊണ്ട് എടുത്ത ചാട്ടം ശരിയല്ല. റഷീദിനെ കസ്റ്റഡിയിലെടുത്ത വിവരം നമ്മേക്കാൾ മുൻപേ അവരറിഞ്ഞിരിക്കും. ചർച്ച പരാജയപ്പെട്ടു. സമരം തുടങ്ങുകയോ മാർഗമുള്ളൂ, പ്രശ്നങ്ങൾ തീരുന്നതുവരെ. അത്രയും പറഞ്ഞ ശേഷം അവരോടായി അന്വേഷിച്ചു. ആർക്കൊക്കെയാണ് വലിയ പരിക്കുകൾ? നമ്മുടെ കൂട്ടത്തിൽ അയ്യാപിള്ളച്ചേട്ടനും തങ്കപ്പനുമാണ്. അവരെ ജില്ലാശുപത്രിയിൽ കിടത്തിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ശംഖുവിന്റെ കൈമുട്ടിന് താഴെ മുറിഞ്ഞുപോയി. മത്തായി വെട്ടിയ വെട്ടാണ്, എൽദോ പറഞ്ഞു. അബുവിന്റെ കണ്ണുകൾ തിളങ്ങി. മത്തായിയുടെ മനസ്സിനെ അളന്നു കുറിക്കാൻ പറ്റിയ അവസരമായിരുന്നു. അയാളെക്കൊണ്ട് ഈ പാവപ്പെട്ടവരുടെ കൊടികളും പിടിപ്പിക്കാം. കാതു കുത്തിയവർ തന്നെ കാതു തിന്നണം. എന്നാൽ ഇപ്പോൾ അവൻ അപകടത്തിലാണ്. പോലീസുകാരുടെ കസ്റ്റഡിയിൽ കിട്ടിയാൽ വെറുതെ വിടില്ല. അത് പാടില്ല. അവനെ വേണം, എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എന്താണ് വഴി? അനന്തമാഷ് വിചാരിച്ചാൽ ചിലപ്പോൾ പോലീസുകാരുടെ പെട്ടെന്നുള്ള നീക്കത്തെ തടസ്സപ്പെടുത്താം, കളക്ടറോടുള്ള പരിചയം കൊണ്ട്. പക്ഷേ മാഷ് അങ്ങനെ ചെയ്യുമോ? അതിനെക്കുറിച്ച് തന്നെയായിരുന്നു അനന്തനും ചിന്തിച്ചത്. SP-യും അച്ചായനുമായുള്ള അടുപ്പം എങ്ങനെയും അവരെ കൊടുക്കാൻ ശ്രമിക്കും. അതുമല്ല, മത്തായിയോട് അച്ചായന് ഇരട്ടിച്ച വൈരാഗ്യമാണുള്ളത്. അയാളെ രക്ഷിക്കണമെങ്കിൽ ഒരു മാർഗം ഒരു അഡ്വക്കേറ്റിനെ കണ്ട് ജാമ്യം അടുപ്പിക്കുക എന്നതാണ്. പിന്നെ കളക്ടറെ കണ്ട് കാര്യങ്ങൾ തുടങ്ങി വെച്ചതിൻ്റെ ബാക്കിയാണെന്ന് ബോധ്യപ്പെടുത്താം. SP-യും അച്ചായനും തമ്മിലുള്ള ഗൂഢബന്ധം വ്യക്തമാക്കാം. എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ മത്തായിയെ കസ്റ്റഡിയിൽ എടുക്കാതിരിക്കാൻ ശ്രമിക്കണമെന്ന് പറയാം. ഇതൊരു അപേക്ഷയുടെ രൂപത്തിൽ പറ്റില്ല. ഏതായാലും കേസുണ്ടാകാതിരിക്കില്ല. ബാക്കി കാര്യം പിന്നാലെ. മത്തായി ഇപ്പോൾ എവിടെയാണ്? അനന്തൻ ചോദിച്ചു. എൽദോ ചുറ്റുമൊന്ന് നോക്കിയിട്ട് പറഞ്ഞു. എൻ്റെ വീട്ടിലുണ്ട്. മത്തായി മാത്രമല്ല, കുമാരവും ഉണ്ട്. അവരെ തിരക്കി പോലീസ് ജീപ്പ് ഇന്നലെ രാത്രിയിൽ പലവട്ടം ഇവിടൊക്കെ ചുറ്റിക്കറങ്ങി. കടക്കാരോടൊക്കെ വിളിച്ചു ചോദിച്ചു, ഭീഷണിപ്പെടുത്തി. ഇതിനിടയിൽ അല്പം അകലെ ആ ആൾക്കൂട്ടം അനന്തം കണ്ടു. അത് അയ്യാപിള്ളച്ചേട്ടൻ്റെ കടയുടെ വാതിൽക്കലാണല്ലോ. എന്താണ് അവിടെ? അയ്യാപിള്ളച്ചേട്ടൻ എന്തെങ്കിലും? അത് ഓർക്കാൻ കൂടി കഴിഞ്ഞില്ല. അബുവും ആ കാഴ്ച കണ്ടു. പിന്നെ നിന്നില്ല. എല്ലാവരും അങ്ങോട്ടേക്ക് പാഞ്ഞു. യശോധരയും കുട്ടികളും വാവിട്ട് നിലവിളിക്കുന്നു. ഒന്നും പറയുന്നില്ല. കൂടിയവർ പലരും ഓരോന്നായി ചോദിച്ചു. മറുപടി കരച്ചിൽ മാത്രമായിരുന്നു. എല്ലാവരും പരസ്പരം മേഴിച്ചു നിന്നു. എൻ്റെ മോളെ! യശോധര അത് പറഞ്ഞപ്പോൾ അക്കൂട്ടത്തിൽ ഇല്ലാതിരുന്ന അരുന്ധതിയെക്കുറിച്ച് എല്ലാവരും ആലോചിച്ചു. അതെന്തെങ്കിലും അബദ്ധം കാണിച്ചോ എന്ന് സംശയമായി. ഈ സമയം കൊണ്ട് അനന്തന് അബുവും അകത്ത് കടന്നുകൂടി. എന്താണ് ചേച്ചി, എന്താണ്? അനന്തന് അബുവും ഒരുപോലെ ചോദിച്ചു. അതുകേട്ട് യശോധരയും കുട്ടികളും അവരെ നോക്കി വർദ്ധിച്ച ശക്തിയിൽ പറഞ്ഞു. മനുക്കുട്ടൻ അനന്തന്റെ അരയിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു പറഞ്ഞു, എൻ്റെ ചേച്ചി, എൻ്റെ ചേച്ചി പോയി. അവൻ അത് പറഞ്ഞ് ഏങ്ങലടിച്ചു കൊണ്ടിരുന്നു. അനന്തൻ അവൻ്റെ പുറത്ത് മെല്ലെ തലോടി. അതിനുശേഷം ചോദിച്ചു,
എങ്ങനെയാ? അത് യശോദയുടെ നേരെ നോക്കിയായിരുന്നു. രേവതിയാണെങ്കിൽ കട്ടിലിൽ തളർന്നു കിടക്കുകയാണ്. കേട്ടറിഞ്ഞവർ ധാരാളം ഓടിക്കൂടിക്കൊണ്ടിരുന്നു. മേഴ്സിക്കുട്ടി സംഭവത്തിലെ പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തതായി പറഞ്ഞിട്ടില്ല. അതിനു പിന്നാലെ മറ്റൊന്നുകൂടി. നാട്ടുകാർ ഒന്നടങ്കം സങ്കടപ്പെട്ടു. അതോടൊപ്പം ഇതിനെല്ലാം കാരണക്കാരനാണെന്ന് വിചാരിക്കുന്ന അച്ചായനോട് അതൃപ്തി കൂടി വന്നു. വെളുപ്പിനെ കാവിലേക്ക് പോയതാ. പതിവില്ലാതെ സന്തോഷത്തോടെയാ പോയത്. നമ്മുടെ ഇപ്പോഴത്തെ കഷ്ടകാലമൊന്നും മാറിക്കിട്ടാൻ ഒരു വഴിപാട് നടത്താമെന്ന് പറഞ്ഞിറങ്ങിയപ്പോൾ പെട്ടെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഇത്രയും നേരമായിട്ട് അത്രയും പറഞ്ഞു തീർന്നപ്പോൾ ആ മാതൃഹൃദയം ഉരുകി ഒരുക്കുകയായിരുന്നു. അനന്തൻ വെളിയിൽ വന്ന ഓട്ടോക്കാരോട് നിർദ്ദേശങ്ങൾ കൊടുത്തു. താമസിച്ചില്ല. അവർ വണ്ടികളുമായി പലയിടങ്ങളിലേക്ക് പാഞ്ഞു. പെണ്ണുങ്ങളായി എത്തിയവർ വീട്ടുകാരെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഏതാനും നിമിഷം നീങ്ങവേ അകത്തെ മുറിയിൽ ടെലിഫോൺ ശബ്ദിച്ചു. അനന്തൻ തളർന്നു കിടക്കുന്ന വീട്ടുകാരെ ശ്രദ്ധിച്ചു. അവരത് എടുക്കാൻ ഭാവമില്ല. ആ കോൾ ആരുടേതായിരിക്കും? ഇപ്പോൾ അത് പ്രധാനപ്പെട്ടതാണെങ്കിൽ എടുക്കാതിരുന്നാലോ? അവൻ ആലോചിച്ചു. അകത്തെ മുറിയിലേക്ക് കടന്നു. മറ്റുള്ളവർ ആകാംക്ഷയോടെ കാത്തുനിന്നു. റിസീവർ എടുത്ത് കാതോർത്തു. ഒരു സ്ത്രീ ശബ്ദം. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? അനന്തൻ അങ്ങോട്ട് ചോദിച്ചു. മാളികയിലെ ഷീബയാണ്. എന്താണ്? നിങ്ങൾ അവിടെ വിഷമിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. അക്കാര്യം പറയാനാണ് വിളിച്ചത്. അവന് ജിജ്ഞാസയായി. ആരുടെ കാര്യമാണ്? യൂജിൻ്റെയും അരുന്ധതിയുടെയും കാര്യം. അവരെ നിങ്ങൾ കൂടുതൽ അന്വേഷിക്കേണ്ടതില്ല. അവർ ഒന്നിച്ച് നാട് വിട്ടു. അത് കേട്ട് അനന്തൻ ഞെട്ടി. ജയദേവനുമായി വിവാഹം നിശ്ചയിച്ചിരുന്നപ്പോൾ ഇങ്ങനെ മറ്റൊന്ന്, അത് യൂജിനുമായി. ഇതറിഞ്ഞുകൊണ്ടായിരുന്നു അയ്യാപിള്ളച്ചേട്ടൻ വിവാഹം ധൃതിയിൽ നടത്താൻ തീരുമാനിച്ചത്. ഈ വിവരം ജയദേവൻ അറിഞ്ഞ പെട്ടെന്ന് അവൻ്റെ മാനസിക നില എന്തായിരിക്കും? അതും ഒരു പോലീസ് ഓഫീസറെ ആക്ഷേപിക്കില്ലെന്ന് തോന്നുകില്ലേ? ഇതും അച്ചായം കളിയോ? ഷീബ പറയണമെങ്കിൽ എന്തെങ്കിലും വിവരങ്ങൾ അതറിഞ്ഞിരിക്കും. ആ നല്ല മുഹൂർത്തത്തിന് ദിവസങ്ങൾ എണ്ണാൻ മാത്രമുള്ളപ്പോൾ എന്ത് സാമ്പത്തിക ചെലവാണ് ഇരുവരും വരുത്തി വെച്ചിരിക്കുന്നത്? ഇതിന് ആരുത്തരം പറയും? ജയദേവൻ വിവരമുള്ളവനാ. അവൻ ക്ഷമിക്കും. ഇത് കേൾക്കുമ്പോൾ അയ്യാപിള്ളച്ചേട്ടനും മാനസികമായി തകരും. അദ്ദേഹത്തെ എങ്ങനെ സാന്ത്വനിപ്പിക്കും? പോയവർ അവരുടെ വഴികൾ മാത്രം തേടി. അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. അവർക്ക് നന്മ നേരാം. റിസീവർ കാർഡിൽ വെച്ച് അവൻ പുറത്തു വന്നു. എല്ലാവരുടെയും കണ്ണുകൾ അവനിൽ മാത്രമായി. ഒപ്പം യശോദരയും ദയനീയമായി നോക്കി. അനന്തൻ യശോദരയുടെ അടുത്ത് ചെന്ന്, അവർ ഒന്നിച്ചു പോയി, നാട് വിട്ടു. യശോദര ഇരുന്ന ഇരിപ്പിൽ പുറകോട്ട് മറിഞ്ഞു. അടുത്തുണ്ടായിരുന്നവർ അവരെ താങ്ങി നിർത്തി. അനന്തൻ അവിടെ നിന്നും ഇറങ്ങി മെല്ലെ നടന്നു. പിന്നാലെ അബുവും. അബുവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ചതി, അതെല്ലാ ഭാഗത്തു നിന്നും അടിക്കടി ഉണ്ടാകുന്നു. അബു അങ്ങനെ തന്നെ വിചാരിച്ചു. അന്വേഷിക്കാൻ പോയ പലരും തിരിച്ചെത്തി. ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരവിനായി അവർ അനന്തൻ്റെയും അബുവിൻ്റെയും അരികിൽ കാത്തുനിന്നു. അയ്യാപിള്ളച്ചേട്ടൻ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോഴറിയിച്ചാൽ കുഴപ്പമാവും. അതുകൊണ്ട് തൽക്കാലം ആരും അറിയിക്കണ്ട. വാ, നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം, അബുവിനോട് പറഞ്ഞു. ഓ, നിങ്ങൾ വീട്ടുകാരെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിക്കണം. അത് അവിടെ കൂടി നിന്നവരോടായിരുന്നു. അത്രയും പറഞ്ഞ് അബുവുമായി അടുത്ത് വന്ന ബസ്സിൽ കയറി ആശുപത്രിയിലേക്ക് പോയി. ആശുപത്രിയിലെത്തി പേവാർഡിലെല്ലാം അന്വേഷിച്ചു. കണ്ടില്ല. അവസാനം ജനറൽ വാർഡിലേക്ക് നടന്നു. വരാന്തയിൽ കൂടി മുന്നോട്ട് വന്നപ്പോൾ തന്നെ ഒരു ഓട്ടപ്രദക്ഷിണത്തിൽ അവരെ കണ്ടു. ശത്രുക്കൾ തമ്മിൽ മുഖാമുഖം നോക്കിക്കിടക്കുന്നു. കയറി ചെല്ലുന്നിടത്ത് ആദ്യം ഇടതുവശത്തായിട്ടാണ് അയ്യാപിള്ള കിടന്നിരുന്നത്. 2 ബെഡ് കഴിഞ്ഞ് തങ്കപ്പനും. ഹാളിൻ്റെ എതിർ സൈഡിൽ മധ്യഭാഗത്തായി ശംഖുവും കിടപ്പുണ്ട്. അവരെ കണ്ടപ്പോൾ അയ്യാപിള്ളയും തങ്കപ്പനും ഒന്ന് പുഞ്ചിരിച്ചു. അവരും ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് കടന്നു ചെന്നു. അയ്യാപിള്ളയുടെ ബെഡിനരികിലേക്ക് തങ്കപ്പൻ ഏന്തി ഏന്തി വന്നു. തങ്കപ്പന് കാലിനാണ് പരിക്ക്. ഒടിഞ്ഞിട്ടില്ല, ചതവുണ്ട്. എക്സ്റേ എടുത്തു നോക്കി. നല്ല തിരുമും കീഴ്പിടുത്തവും ഉണ്ടായാൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞു. വേണമെങ്കിൽ തങ്കപ്പന് നാളെ പോകാം. അയ്യാപിള്ളയുടെ തോൾമുട്ടിന് നേരിയ പൊട്ടലുണ്ട്. പ്ലാസ്റ്റർ ഇട്ടു. ശംഖുവും കൂട്ടരും അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വേദന എങ്ങനെ? അയ്യാപിള്ളയോടായി അനന്തൻ ചോദിച്ചു. വേദനയുണ്ട്. തങ്കപ്പനോ? കാലിളകിയാൽ വേദനയാ, തങ്കപ്പൻ പറഞ്ഞു. അനന്തൻ അയ്യാപിള്ളയെ നോക്കി മനസ്സിൽ പറഞ്ഞു. മറ്റൊരു വേദന കൂടി ഇപ്പോൾ തരാൻ മടിയുണ്ട്. അത് തന്നാൽ താങ്കൾ താങ്ങില്ല. ഒരു മുറി കിട്ടാൻ കഴിഞ്ഞില്ലേ ഇവൻ്റെയൊക്കെ മുന്നിൽ ഇങ്ങനെ നേരിട്ട് കിടക്കാതെ? ശംഖുവിനെ കാണുന്തോറും അബുവിന് അരിശമേറിക്കൊണ്ടിരുന്നു.
മുറിയില്ലെന്ന് പറഞ്ഞു. അതിനും അയാളുടെ പങ്കുണ്ടെന്ന് കരുതാം. ഞങ്ങൾ പരസ്പരം കണ്ടുകൊണ്ട് കിടക്കുന്നത് നോക്കി രസിക്കാൻ, അയ്യാപിള്ള പറഞ്ഞു. ചർച്ച എങ്ങനായി മാഷെ? പ്രതീക്ഷയോടെ നിന്ന മുഖത്തേക്ക് അനന്തൻ ഒന്ന് പാളി നോക്കി. പരാജയം. ഇനി നമുക്ക് നമ്മുടെ വഴി. മാത്യു മലബാറിലേക്ക് പോയി. നാളെ കഴിഞ്ഞ് ഇവിടെ പ്രസ് ക്ലബിൽ പത്രസമ്മേളനം നടത്തുന്നു. അതിനയാൾ വരും. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അയ്യാപിള്ള മകളുടെ കല്യാണക്കാര്യം പറഞ്ഞത്. പേക്കിനാവിൻ്റെ ദുരന്തഭാവം അറിയാതെ ഇപ്പോഴും കണ്ണു തുറന്നു കാണുന്ന പാവം പിതാവ്. മോളുടെ കല്യാണത്തിന് അധികം ദിവസമില്ല. പല കാര്യങ്ങളും നടക്കാനുണ്ട്. വിളി തീർന്നിട്ടില്ല. ഞാനില്ലേൽ എനിക്ക് തൃപ്തിയാവില്ല. പിന്നെ നിങ്ങളൊക്കെ ഉണ്ടെന്നുള്ള സമാധാനമുണ്ട്. അതിന് മറുപടി പറയാൻ കഴിയാതെ പെട്ടെന്ന് മറ്റു വിഷയങ്ങളിലേക്ക് അനന്തം കടന്നു. എല്ലാം ഭംഗിയായി നടക്കും ചേട്ടാ. നാളെ രാത്രിയിൽ വീട്ടിൽ വെച്ച് ഒരു യോഗം കൂടുന്നുണ്ട്. ഇനിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും നടന്നതൊക്കെ വിശദീകരിക്കാനും വേണ്ടി. മോഹനെ സൂപ്പർവൈസറാക്കിയത് തൊഴിലാളികളെ കൂട്ടം തെളിക്കാൻ വേണ്ടിയാ, തങ്കപ്പൻ പറഞ്ഞു. ഒക്കെ നടക്കും തങ്കപ്പ. ആ പിന്നെ പോരുന്ന കാര്യം 2 ദിവസം കൂടി കഴിയട്ടെ. പിള്ളച്ചേട്ടൻ ധൃതിയൊന്നും കൂട്ടണ്ട. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാം. കേസിൻ്റെ സ്വഭാവം പറഞ്ഞ് കാര്യങ്ങൾ നീക്കണം. മത്തായും കുമാരവും ഒളിവിലാണ്. അവരെ വലവീശാൻ പോലീസ് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ശക്തി ഒന്ന് കുറയ്ക്കണം. അതിനുള്ള വഴി ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്നാ അങ്ങനെ ആയിക്കോട്ടെ, അയ്യാപിള്ള പറഞ്ഞു. അനന്തൻ ശംഖുവിനെ ഒന്ന് നോക്കാൻ മറന്നില്ല. എന്നാൽ ആ നോട്ടം കണ്ട് ശംഖു ചൂളിപ്പോയി. യാത്ര പറഞ്ഞ് അനന്തനും അബുവും നടന്നു. വരാന്തയിൽ രോഗികളെ സഹായിക്കാൻ എത്തിയവരിൽ പലരും മടങ്ങിപ്പോകുന്ന അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സമയം വൈകുന്നേരം 6 മണി കഴിഞ്ഞിരുന്നു. കളക്ടറെ കാണണമെങ്കിൽ ഔദ്യോഗിക വസതിയിൽ പോകണം. അത് ടൗണിൽ നിന്ന് വളരെ ദൂരെയാണ് താനും. കലക്ടറുടെ വീട്ടിൽ ചെന്ന് കാണുക എന്നുള്ളത് വ്യക്തിപരമായി ബുദ്ധിമുട്ടാണ്. ആദ്യമായി ഒരു അഡ്വക്കേറ്റിനെ കാണാം. കാര്യങ്ങൾ ചർച്ച ചെയ്യാം. പരിചയമുള്ള ഒരാൾ ഉണ്ടെങ്കിൽ നന്ന്. നടന്നു പോകുന്നതിനിടയിൽ ഇത്രയും കാര്യങ്ങൾ ആനന്ദ് സൂചിപ്പിച്ചു. അത് അബുവിന് സമ്മതമായിരുന്നു. പുന്നക്കാടൻ എന്നൊരു പഴയ വക്കീലുണ്ട്. പണ്ടൊക്കെ വലിയ രാഷ്ട്രീയക്കാരനായിരുന്നു. ഇപ്പോൾ അതൊക്കെ മടുത്ത് സ്വന്തം ജോലി മാത്രം നോക്കി കഴിയുന്നു. എൻ്റെ പാപ്പയുമായി നല്ല പരിചയത്തിലായിരുന്നു. ആ പരിചയം എനിക്കുമുണ്ട്. ശരി, അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. ജയദേവനെ വിളിച്ച് ഇക്കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കണം, അനന്തം പറഞ്ഞു. അതിന് നമ്പറുണ്ടോ? അതെൻ്റെ പോക്കറ്റ് ഡയറിയിലുണ്ട്. അവർ ആശുപത്രിയുടെ എതിർവശത്ത് കണ്ട ബൂത്തിലേക്ക് നീങ്ങി. STD സൗകര്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഉടനെ തന്നെ ആളെ ലൈനിൽ കിട്ടി. ഹലോ, ചിന്നമല പോലീസ് സ്റ്റേഷൻ? അതെ. SI ജയദേവനുണ്ടോ? അനന്തൻ ചോദിച്ചു. ജയദേവനാണ് സംസാരിക്കുന്നത്. നിങ്ങളാരാണ്? ഗൗരവമുള്ള ചോദ്യം പോലെ തോന്നി. ഞാനൊരു ക്രിമിനലാണ്. അല്പം രസത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞു. എന്താണ് നിങ്ങളുടെ ആവശ്യം? ഇൻസ്പെക്ടർ അവിടെ നിന്ന് ചോദിച്ചു. നിങ്ങളെ തന്നെയാണ്. നിങ്ങൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ഒരു ടെലിഫോൺ ബൂത്തിൽ നിന്ന്. നിന്റെ പേരെന്താണ്? അനന്തൻ. ഒപ്പം ഒരു ചിരിയും പാസാക്കി. ജയദേവനിൽ നിന്നും തനിക്ക് പറ്റിയ അമളിയുടെ വിളറിയ സ്വരമായിരുന്നു പിന്നെ കേട്ടത്. എടാ ഉണ്ണിക്കുട്ടാ, നീ കടുവയെ പിടിക്കാൻ നടക്കുന്ന കിടുവ വേഷം കിട്ടിയല്ലേ? നിന്നെ ഞാൻ എടുത്തോളാം. ആ, നീ എന്തിനാ ഈ സന്ധ്യാവേളയെ വിളിച്ചത്? പുതിയ കേസിൻ്റെ കാര്യം പറയാനായിരിക്കും. മെല്ലെ നിർത്തി അനന്തൻ അങ്ങോട്ട് ചോദിച്ചു. കേസിനെക്കുറിച്ച് പെട്ടെന്നറിഞ്ഞോ? എടോ, ഞങ്ങൾ പോലീസുകാരല്ലേ. റഷീദിൻ്റെ കാര്യം, അവനെ കസ്റ്റഡിയിലെടുത്തത് ശരിയല്ലേ? ശരി തന്നെ. പക്ഷേ അവനൂരും വേണ്ടപ്പെട്ടവർ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇൻസ്പെക്ടർ ജയദേവൻ പറഞ്ഞു. പിന്നെ ആരുടെ തലയിലാണ് സ്ഥാപിക്കുന്നത്? മറുവശത്ത് ഒരു നിമിഷത്തെ ഇടവേളയ്ക്ക് ശേഷം, ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് മറിഞ്ഞ മത്തായി എന്ന മഹാവീരൻ, അല്ലെങ്കിൽ കുമാരു. അത് കേട്ടപ്പോൾ അനന്തന് ഗൗരവമായി. ബോക്സിലെ ചില്ലുമറയ്ക്കുള്ളിൽ കൂടി അനന്തിൻ്റെ ഭാവങ്ങൾ അബു വീക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അവർ അങ്ങനെ കണക്കുകൂട്ടി. ജയദേവൻ തുടർന്നു. ഇപ്പോഴത്തെ കേസിൽ തൽക്കാലം അവരെ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ മറ്റേ കേസിന് ക്ഷീണമാകും. മത്തായിയെയും കുമാരുവിനെയും കുറച്ചുനാൾ മാറ്റി നിർത്തുക. ഈ വിവരം ഇപ്പോഴെങ്ങനെ അറിഞ്ഞു? അനന്തൻ ചോദിച്ചു. കാതിൽ ചിരിയുടെ മന്ത്രണങ്ങൾ. കുട്ടാ, അവരിവിടെയുണ്ട്. അവൻ അത്ഭുതപ്പെട്ടു. ആര്? യൂജിനും അരുന്ധതിയും. ഇപ്പോൾ ശരിക്കും മിഴിച്ചുപോയി. അറിയാതെ റിസീവർ താണതുപോലെ. അനന്തൻ്റെ വാടക വീട്ടിൽ അവരെല്ലാം ഒത്തുകൂടി. ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള പ്രതിനിധികൾ. രാത്രിയുടെ കറുപ്പിൽ ആ മുറിയിലെ വൈദ്യുത പ്രകാശം മാത്രം പരന്നു നിന്നു. ചീവിടുകളുടെ മാധുര്യമുള്ള ശബ്ദം അന്യം നിന്നതുപോലെയായി. ഗൗരവമുറ്റി നിന്ന അന്തരീക്ഷം. പാടത്തിന് അക്കരെ ഇക്കരെയുള്ള വീടുകളിലൊന്നും വിളക്കുകൾ തെളിഞ്ഞിരുന്നില്ല.
ആ വീടിന്റെ 5 മീറ്റർ ചുറ്റളവിൽ അംഗരക്ഷകരെ പോലെ പലരും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. രഹസ്യങ്ങൾ ചോർത്താൻ എത്തുന്നതുവരെ കൈകാര്യം ചെയ്യാൻ മുറിയിലെ ലൈറ്റ് അണഞ്ഞു. ആ സമയം എല്ലാവർക്കും വ്യക്തമായിരുന്നു. കാരണം മുന്നറിയിപ്പുണ്ടായിരുന്നു. കാര്യങ്ങളിലേക്ക് കടന്നു. മുഖ്യ വിഷയം പദയാത്ര തന്നെ. പിന്നെ കൊലപാതകയെ മാറ്റിമറിക്കാനുള്ള ശ്രമത്തിനെതിരെ ആക്ഷൻ കൗൺസിലിന്റെ നീക്കം. മില്ലിൽ നടന്നുവരുന്ന നിരാഹാര സമരം. മത്തായിയെയും കുമാരുവിനെയും മാറ്റിപ്പാർപ്പിക്കാനുള്ള സൗകര്യം. അങ്ങനെ അജണ്ടയിൽ പലതും നിരന്നു. നിശബ്ദത നിറഞ്ഞ ഇരുട്ടിലേക്ക് അനന്തന്റെ ശബ്ദം തന്നെ ആദ്യം വീണു. ശേഷിക്കുന്ന ഒരു നിമിഷവും നമുക്ക് കളയാനുള്ളതല്ല. എല്ലാം വിലപ്പെട്ടതാണ്. മേഴ്സിക്കുട്ടിയുടെ അകാലത്തിലുള്ള വേർപാടിൽ നാം ദുഃഖിതരാണ്. എന്നാൽ ശത്രുക്കൾ മെനയുന്ന ചതിയുടെ മാർഗങ്ങൾ അറിയാതിരിക്കുന്നത് ശരിയല്ല. അക്രമങ്ങളിൽ കൂടിയും അല്ലാതെയും അവർ നമ്മളെ നേരിടുകയാണ്. ആവശ്യമെന്ന് കണ്ടാൽ നമ്മളും ചിലതൊക്കെ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ നടക്കുന്ന അത്ഭുതങ്ങളിൽ നിങ്ങൾ പ്രയാസപ്പെടണ്ട. നാളത്തെ പത്രസമ്മേളനത്തിൽ എന്തെങ്കിലും നടന്നാൽ അത് നമുക്ക് അനുകൂലമായിരിക്കും. അനന്തൻ ഒന്ന് നിർത്തി. അതിനുശേഷം തുടർന്നു. നേരത്തെ നിശ്ചയിച്ച തീയതിക്കുള്ളിൽ പദയാത്ര നടക്കും. അതൊരു വിജയമാക്കാൻ നിങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞുവെന്നും അറിയാം. എങ്കിൽ പോലും ഓരോ പ്രദേശത്തും നമ്മുടെ വളണ്ടിയർമാരെ സജീവമാക്കേണ്ടത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മേഴ്സിയുടെ കൊലപാതകം CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന ആവശ്യം ഇതോടുകൂടി വീണ്ടും നമ്മൾ ഉയർത്തുകയാണ്. ഇതിനു മുമ്പ് കൊടുത്ത പരാതി ഫയലുകൾക്കിടയിൽ കുടുങ്ങിപ്പോയി. കുടുങ്ങാത്ത മനസ്സ് നമുക്ക് മാത്രമാണുള്ളത്. നടന്നു വന്നിരുന്ന നിരാഹാര സമരം തുടരണം. മത്തായി ഇപ്പോൾ വിശ്വസ്തനായ ഒരു കൂട്ടുകാരനാണ്. അയാളെ കേസിൽ പ്രതിയാക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. അതുകൊണ്ട് മത്തായിയെയും കുമാരുവിനെയും മാറ്റി നിർത്തേണ്ടത് ആവശ്യമാണ്. ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാനാണ് ഈ രാത്രിയിൽ യോഗം വിളിച്ചത്. അവൻ നിർത്തി. കുറച്ചു നേരം നിശബ്ദത. പിന്നെ അബുവാണ് തുടക്കമിട്ടത്. ആനന്ദമാഷ് പറഞ്ഞതെല്ലാം അംഗീകാരമാണെങ്കിൽ മത്തായിയെ പാർപ്പിക്കാനുള്ള ഒരു രഹസ്യ സ്ഥലം പറയൂ. അത് കഴിഞ്ഞ് കുമാരുവിനെ. അതിന് ഓട്ടോത്തൊഴിലാളി എൽദോ തന്നെ നിർദ്ദേശം വെച്ചു. വയനാട്ടിൽ എൻ്റെ മാമൻ്റെ വീടുണ്ട്. അവിടേക്ക് ആരെങ്കിലും ഒരാളെ മാറ്റാം. ശരി, അടുത്തത് മറ്റാരെങ്കിലും? അബു ചോദിച്ചു. അതിന് മറുപടി പറഞ്ഞതോ അനന്തൻ തന്നെ. എൻ്റെ നാട്ടിൽ. എന്താ? എല്ലാവർക്കും സമ്മതമായി. ക്രമമായി അജണ്ടയിലെ മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു. അങ്ങനെ ഒരു തീരുമാനത്തോടെ യോഗം അവസാനിച്ചു. പിറ്റേ ദിവസം പ്രസ് ക്ലബിൽ രാവിലെ 10:30. അനന്തനും അബുവും ജാൻസിയും എത്തിയിട്ടുണ്ട്. പദയാത്രയ്ക്ക് മുന്നോടിയായിട്ടുള്ള പത്രസമ്മേളനം നടത്താൻ വേണ്ടി. പത്രക്കാർ പലരും വന്നുകൊണ്ടിരുന്നു. വന്നവരോടെല്ലാം അനന്തൻ കുശലപ്രശ്നം നടത്തി. ഈ സമയം പ്രസ് ക്ലബ്ബ് കെട്ടിടത്തിന് താഴെ അബു അയാളെ കാത്തുനിന്നു. മാത്യുവിനെ 10-ന് ഇവിടെ എത്താൻ പറ്റുന്ന രീതിയിൽ യാത്ര തിരിക്കാമെന്നായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞ സമയം കഴിഞ്ഞ് അരമണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. സൽക്കാരങ്ങൾക്ക് വേണ്ട ഏർപ്പാടുകൾ ചെയ്തു കഴിഞ്ഞു. പത്രക്കാർ ഭൂരിപക്ഷം എത്തി. ജാൻസി എല്ലാവരെയും പരിചയപ്പെട്ടുകൊണ്ടിരുന്നു. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എന്ന നിലയിൽ ജാഥയുടെ കാര്യകാരണങ്ങളെ ബോധിപ്പിക്കുന്ന രേഖാമൂലമായ പ്രസ്താവന ഓരോരുത്തർക്കായി വിതരണം ചെയ്തു. കൊല്ലപ്പെട്ട മേഴ്സിയുടെ അനുജത്തി എന്ന നിലയിൽ റിപ്പോർട്ടർമാർ അവളെ ശ്രദ്ധിച്ചിരുന്നു. ചുറുചുറുക്കുള്ള പെൺകുട്ടി. നീല വോയിൽ സാരിയും ബ്ലൗസും പിന്നിയിട്ട മുടിയും പുഞ്ചിരി പൊതിഞ്ഞ ആകർഷകത്വമുള്ള ആ സ്ലിം ബ്യൂട്ടി. തികഞ്ഞ ഓർഗനൈസിംഗ് സെക്രട്ടറി എന്ന് വന്നവർ വിലയിരുത്തി. വാതിൽക്കിൽ അബുവും മാത്യുവും പ്രത്യക്ഷപ്പെട്ടു. അനന്തൻ മാത്യുവിനെ പരിചയപ്പെടുത്തി. അവകാശ സംരക്ഷണ മുന്നണിയുടെ സംസ്ഥാന സെക്രട്ടറി മാത്യു തോമസ്. മാത്യു ചിരിച്ചുകൊണ്ട് കൈകൂപ്പി. അടുത്തത് വൈസ് പ്രസിഡന്റ് അബുവും കൈകൂപ്പി. മാത്യു വന്ന മാത്രയിൽ ഓടി നടന്ന് എല്ലാവരെയും പരിചയപ്പെട്ടു. എല്ലാവരും അതത് സ്ഥാനങ്ങളിൽ ഇരുന്നു. സമ്മേളനം ആരംഭിച്ചു. ആമുഖമായി അനന്തൻ കാര്യങ്ങൾ വിവരിച്ചു. പത്രക്കാർ ചോദ്യങ്ങൾ എറിഞ്ഞു. ജനപേരിയുടെ കുസുമകുമാരിയാണ് ആദ്യ ചോദ്യം എറിഞ്ഞത്. ജനനന്മകളെ ലാക്കാക്കി ഒന്നിലധികം പാർട്ടികൾ ഉള്ളപ്പോൾ അവയുമായി ഒന്നു ചേർന്ന് പ്രവർത്തിച്ചാൽ പോരെ? പോരാ. അടിസ്ഥാനപരമായി ലക്ഷ്യങ്ങൾ ഒന്നാണെങ്കിലും കാലാകാലങ്ങളായി അവർ അനുവർത്തിച്ചു പോന്ന പിഴവുകൾ കൊണ്ട് ലക്ഷ്യങ്ങളിൽ നിന്ന് അകന്നുപോയി. മറുപടി കൊടുത്തത് അനന്തൻ തന്നെയായിരുന്നു. എന്താണ് ആ പിഴവെന്ന് വിശദീകരിക്കാമോ? ഉണർത്തുപാട്ടിന്റെ റിപ്പോർട്ടറായിരുന്നു ആ ചോദ്യം ചോദിച്ചത്. മനുഷ്യത്വം, ജീവിക്കാനുള്ള ആഗ്രഹത്തിന്റെ സ്നേഹഗന്ധിയായ മന്ത്രം. അത് മറന്നുപോയി. മതവും ജാതിയും കൊണ്ട് അതിര് തിരിച്ച് സംഘർഷ ഭൂമിയാക്കി, ചുടലക്കളമാക്കി. ആർക്കു വേണ്ടി? ജനങ്ങളാൽ ജനങ്ങൾക്കു വേണ്ടി ഭരിക്കാൻ തിരഞ്ഞെടുത്ത ഭരണാധികാരികൾ മാറാലകൾ നെയ്ത് പഴുതുകൾ മറയ്ക്കാൻ ശ്രമിക്കുന്ന സാധാരണ കാഴ്ചയല്ലേ കാണുന്നത്? ജാതി നോക്കി സ്ഥാനാർത്ഥികളെ നിർത്തി വോട്ട് ചോദിച്ച് അവർ ജയിക്കുന്നു.
ഇന്നലെ വരെ ഒരു കുമ്പിളിലുള്ളതിൽ പാതി ഭക്ഷിച്ച് ജീവിച്ച സൗഹൃദങ്ങൾ ഇന്നെവിടെയാണ്? ഉള്ളവനുണ്ടാക്കുകയും ഇല്ലാത്തവൻ അസ്തമിക്കുകയും ചെയ്യുന്ന മുഖമല്ലേ കാണാൻ കഴിയുക? കോടിക്കണക്കിന് ജനങ്ങൾ അർദ്ധപട്ടിണി കിടക്കുന്ന നമ്മുടെ രാജ്യത്ത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പണിയെടുക്കുമ്പോൾ മറുവശത്ത് മണിമാളികളുടെ വലിപ്പവും എണ്ണങ്ങളും കൂടുകയല്ലേ? തൊഴിലില്ലാതെ യുവജനങ്ങൾ വലയുമ്പോൾ ദേവാലയങ്ങൾ സ്വർണം പൂശുകയല്ലേ? ധാരാളം രൂപ വില വരുന്ന പെട്രോൾ രാഷ്ട്രീയ പാർട്ടികൾ ഓരോ സമ്മേളനത്തിനു വേണ്ടിയും കത്തിച്ചു കളയുകയല്ലേ? ഉന്നതനും സാധാരണക്കാരനും രണ്ടു തരം വിദ്യാഭ്യാസ നയമല്ലേ? ആർക്കാണ് ഇതിൽ നേട്ടം? ജീവിതത്തോത് അടിക്കടി ഉയരുമ്പോൾ അധ്വാനിക്കുന്നവന് പിടിയേറി ചോറിനുള്ള അവകാശം പോലും നിഷേധിക്കുന്ന രീതിയാണ് കാണുന്നത്. ഭരണം നിയന്ത്രിക്കുന്നത് ബാഹ്യശക്തികളല്ലേ? ഇത് പറയുമ്പോൾ മറ്റൊന്നുകൂടി നിങ്ങളുടെ മുന്നിൽ വിളമ്പാതിരിക്കാൻ നിർവാഹമില്ല. എണ്ണപ്പെട്ട നേതാക്കൾ, ആദർശനിഷ്ഠരായവർ, ജനതയുടെ മനസ്സ് കണ്ടറിഞ്ഞവർ അവരിവിടെ ഇല്ലാതില്ല. പക്ഷേ അവർ നിഷ്ക്രിയരാണ്, ദുഃഖിതരാണ്, വഞ്ചിതരാണ്. ആവേശത്തോടെ അനന്തൻ പറഞ്ഞു നിർത്തി. പത്രപ്രവർത്തകർ പരസ്പരം നോക്കി. നാളെ കഴിഞ്ഞു തുടങ്ങുന്ന പദയാത്ര ചിന്താക്കുഴപ്പവും സംഘർഷവും ഉണ്ടാക്കില്ലെന്ന് ഉറപ്പു പറയാമോ? ഒരു പ്രമുഖ പാർട്ടി പത്രത്തിന്റെ ലേഖകനായിരുന്നു അത് ചോദിച്ചത്. അതിന് മറുപടി പറഞ്ഞത് മാത്യു ആയിരുന്നു. ഇല്ല, ഉറപ്പ് തരാനൊക്കില്ല. എപ്പോഴും സദാ ജന്തുക്കളെ കടിച്ചു കീറാനിരിക്കുന്ന ഹിംസ്ര ജന്തുക്കൾ കാവലിരിക്കുന്ന ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന് പറയാനൊക്കില്ല. പക്ഷേ ഞങ്ങളുടെ ഐക്യം അത് മഹാബലമാക്കും. സമരം അക്രമമാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതിനുള്ള മറുപടി അങ്ങനെ വീണു. അടുത്ത തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ പാർട്ടി തയ്യാറെടുക്കുന്നുണ്ടോ? അറിയിക്കാം. മറുപടി അനന്തനാണ് കൊടുത്തത്. അവസാനമായി ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ? ഉണർത്തുപാട്ടുകാരൻ ചോദിച്ചോളൂ. അനന്തൻ. മാറി മാറി വന്ന ഭരണകർത്താക്കൾ ജനഹിതപ്രദമായ ഒന്നും ചെയ്തില്ലെന്നുണ്ടോ? ചെയ്തു, പലതും ചെയ്തു. പക്ഷേ തുടർന്നു ചെയ്യേണ്ട പലതിലും അവർ മടിച്ചു നിൽക്കുന്നു. ബാക്കി കൂടി ചെയ്യാൻ ധൈര്യം കാണിച്ചാൽ അതിനനുവദിക്കുകയുമില്ല. അതാരാണ്? കുസുമകുമാരി. വോട്ടർമാർ ബോധം നഷ്ടപ്പെട്ട് കാഴ്ച കുറഞ്ഞ അവർ. അടിമണ്ണ് ഇളകുന്നതറിയാതെ ഓരോരുത്തരെയും മാറ്റി മാറ്റി പാർപ്പിക്കുന്നു. മാറ്റിപ്പാർക്കലിൽ ഭരണം പന്തുകളമാകുന്നു, പെനാൽറ്റികൾ സൃഷ്ടിക്കുന്നു. ഇതുകൊണ്ട് എന്തു നേട്ടം? ഒന്നും ഒന്നിന്റെയും തുടർച്ചയാകുന്നില്ല. ശരി, പത്രസമ്മേളനം തൽക്കാലം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. വളവൊന്നുമില്ലെങ്കിൽ തുടർന്ന് നമുക്ക് നേരായി സംസാരിക്കാം. പത്രസമ്മേളനം അവസാനിച്ചു. അനന്തനും അബുവും ജാൻസിയും മാത്യുവും അവിടെ നിന്നും ഇറങ്ങി. നട ചവിട്ടി താഴെ വന്നു. ഒരു കാറ് വിളിച്ചു പോകാം, അനന്തൻ പറഞ്ഞു. എല്ലാവർക്കും സമ്മതമായി. ഓടി വന്ന കാറിന് അബു കൈനീട്ടി. കാർ നിന്നു. എല്ലാവരും അതിൽ കയറി. കാർ മുന്നോട്ട് ഫസ്റ്റ് ഗിയറിൽ ചലിച്ചു. പെട്ടെന്ന് എതിർവശത്തെ മൈതാനത്തിന്റെ മതിലിന്റെ ഭാഗത്ത് ഒരു സ്ഫോടനം. കുതിച്ചു നീങ്ങിയ കാർ നിന്നു. തിരിഞ്ഞു നോക്കി. പുകപടലം കൊണ്ട് അവിടമാകെ കാണാതായിരിക്കുന്നു. മുനിസിപ്പാലിറ്റി അപകട സൂചനയായി സൈറൻ മുഴക്കി. അപകടം മണത്തറിഞ്ഞ് കാർ മുന്നോട്ട് കുതിച്ചു. ബോംബേറ് അതിശക്തമല്ലാത്ത രീതിയിൽ കഴിഞ്ഞു. അപകടങ്ങൾ ഒഴിവാക്കി. പോലീസ് ജീപ്പ് ടൗണിലെ എല്ലാ സ്റ്റേഷനുകളിൽ നിന്നും പാഞ്ഞെത്തി. ദിവസങ്ങൾ പലത് കടന്നുപോയി. അവകാശ സംരക്ഷണ മുന്നണിയുടെ വടക്കൻ മേഖലാ ജാഥ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. തെക്കൻ മേഖലാ ജാഥ നാളെയാണ്. SP ഓഫീസിൽ അടിയന്തരമായി എത്തണമെന്ന് പറഞ്ഞ് ചേലപ്പുഴ SIക്ക് ഫോൺ സന്ദേശം കിട്ടി. സലീം ബൈക്കിൽ കുതിച്ചു. 15 മിനിറ്റിനുള്ളിൽ കളക്ടറേറ്റിലെത്തി. വലിയ കവാടത്തിൽ കൂടി അകത്തേക്ക് കടന്ന ധൃതിയിൽ 2ാം നിലയിലേക്കുള്ള പടികൾ ചവിട്ടിക്കയറി. ഇടത്തോട്ട് തിരിഞ്ഞ് വരാന്തയിലൂടെ നടന്നു. SP ഓഫീസിന്റെ മുന്നിലെത്തി. അകത്തേക്ക് കയറി. SP കൃഷ്ണചന്ദ്രന്റെ മുന്നിലുള്ള കസേരകളിൽ മറ്റ് ഓഫീസേഴ്സ് ഇരിപ്പുണ്ട്. ചെന്നപാടെ സലീം സല്യൂട്ട് അടിച്ചു. ഒഴിഞ്ഞുകിടന്ന കസേരയിൽ ഒന്നിരുന്നു. പിന്നാലെ CI വിനോദും കടന്നു വന്നു. സല്യൂട്ട് ചെയ്തു. ഒരു കസേരയിലിരുന്നു. കൃഷ്ണചന്ദ്രൻ അവരെ ആകമാനം നോക്കി. പുഞ്ചിരിച്ചു. നാളത്തെ ദിവസത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുമല്ലോ. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. അവകാശ സംരക്ഷണ മുന്നണി മന്ത്രിസഭ തന്നെ മറിക്കാനുള്ള 2 ജാഥകൾ സംഘടിപ്പിച്ചിരിക്കുന്ന വിവരം. ഒന്ന് നീങ്ങിക്കഴിഞ്ഞു. വളരെ വലിയ സ്വീകരണങ്ങൾ നാടുനീളെ അതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. നാളെ മറ്റൊന്ന് തുടങ്ങുകയാണ്. അറിയാം, സലീം പറഞ്ഞു. കളക്ടറുടെ പ്രത്യേക നിർദ്ദേശമുണ്ട്. തന്ത്രപ്രധാനമായ കാര്യങ്ങളിൽ കൂടി ആത്മസംയമനം പാലിച്ചു വേണം നിയന്ത്രിക്കാനെന്ന്. SP സലീമിനെ കണ്ണെറിഞ്ഞു. സലീമിന് കാര്യങ്ങളുടെ ഗതി മനസ്സിലായി. അപ്പോൾ ഈ ജില്ലയുടെ തുടക്കം മുതൽ അവസാനം വരെ ജാഥ കടന്നു പോകുമ്പോൾ നമ്മുടെ ശക്തമായ നിരീക്ഷണത്തിലായിരിക്കണം. പ്രത്യേകിച്ചും ചേലപ്പുഴ SI വളരെ ജാഗ്രതയോടെ വേണം കാര്യങ്ങൾ നീക്കാൻ. പ്രശ്നങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ. കൂടാതെ ഇവരുടെ തെക്കൻ മേഖലയിലെ പ്രധാന സങ്കേതവും അവിടെ തന്നെയാണ്. യെസ് സർ.
സലീം ആ ഓർഡർ സ്വീകരിച്ചു. അരനിമിഷത്തിന് ശേഷം മറ്റൊരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിച്ചു. കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവം ഡിപ്പാർട്ട്മെന്റിന് തന്നെ നാണക്കേടാണ്. പെട്ടെന്ന് കണ്ണു വെട്ടിച്ച് വിനോദിനെ നോക്കി. എന്നിട്ട് തുടർന്നു. പത്രക്കാർ, പ്രത്യേകിച്ച് ഉണർത്തുപാട്ടുകാർ ശരിക്കും ആ സംഭവത്തെ ഫോളോ ചെയ്തിട്ടുണ്ട്. പോലീസുകാരുടെ ഒത്താശയോടുകൂടിയാണ് ആ സംഭവം നടന്നതെന്നാണ് അവർ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. CI വിനോദിന്റെ പരിധിയിലാണ് സംഭവം നടന്നത്. ഇതുവരെയും ഒരു ഏറുപടക്കക്കാരനെയെങ്കിലും കസ്റ്റഡിയിലെടുക്കാൻ കഴിയാത്തത് കഷ്ടം. സലീമും മറ്റു സ്റ്റേഷനിൽ നിന്ന് വന്ന ഓഫീസേഴ്സും ഒന്നിച്ച് ചിരിച്ചു. വിനോദ് വിനയത്തോടെ തന്നെ ഇരുന്നു. സലീം SP-യുടെ മുന്നിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചു. സർ, ഒരു വിഷയം കൂടി. അയ്യാപിള്ളയെ ചുറ്റിപ്പറ്റി വന്നിട്ടുണ്ട്. SP പുരുകം മേൽപോട്ടുയർത്തി. അതെന്താണ്? ഇര തേടുന്ന കഴുകന്റെ ഭാവത്തോടെയായിരുന്നു ആ ചോദ്യം. അയ്യാപിള്ളയുടെ മകളും യൂജിൻ എന്ന ആ ഡോക്ടറും കൂടി ഒളിച്ചോടി. അച്ചായൻ്റെ ഒരു ബന്ധുവാണ് ആ പയ്യൻ. അത് കേട്ടപ്പോൾ കൃഷ്ണചന്ദ്രൻ ഒന്ന് ചൂളി. മറ്റൊന്നും കൊണ്ടല്ല, അച്ചായനും താനുമായുള്ള അഡ്ജസ്റ്റ്മെന്റ് മറ്റുള്ളവരറിഞ്ഞാൽ ഔദ്യോഗികതയ്ക്ക് മങ്ങലേൽക്കുമെന്ന് തോന്നൽ. സലീം അത്ര കണ്ട് ശ്രദ്ധിച്ചിരിക്കില്ല. അത് ഗൗരവമായി എടുക്കാതെ കാര്യത്തിലേക്ക് കടന്നു. എന്നിട്ട് പരാതി വല്ലതും കിട്ടിയോ? കിട്ടി. ഡോക്ടറുടെ അമ്മ പരാതി തന്നു. അയ്യാപിള്ളയും മകളും മനഃപൂർവ്വം കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണെന്നാണ് പരാതി. ഉടനെ CI വിനോദ് കുമാർ പറഞ്ഞു. സാർ, അയ്യാപിള്ള ആശുപത്രിയിലായിരുന്നു. SP അയാളെ ഒന്ന് നോക്കി. അതുകൊണ്ടെന്നാ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നേരവും കാലവും കുറിക്കണോ? വിനോദിന് നേരിയ ചമ്മൽ. കൃഷ്ണചന്ദ്രന്റെ എല്ലാ നീക്കങ്ങളിലും അതൃപ്തിയുള്ള ആളാണ് വിനോദ്. അതുപോലെ തന്നെ തിരിച്ചും. എങ്കിലും ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ അനുസരിക്കുകയേ ചെയ്തിട്ടുള്ളൂ. കൃഷ്ണചന്ദ്രനുമായി അടുപ്പമുള്ള ആളാണ് സലീം. എന്നാൽ DYSP സിയാദ് നല്ല അനുകൂലമായ സമീപനമാണ് വിനോദിനോട് കാണിച്ചിട്ടുള്ളത്. എന്ത് നീക്കങ്ങളുണ്ടായാലും വ്യക്തിപരമായി സലീം അറിഞ്ഞിരിക്കും. മേഴ്സിക്കുട്ടി കൊലക്കേസിൽ മത്തായിയെ കുടുക്കി കേസിന്റെ അന്വേഷണത്തിൽ വിജയശ്രീ ലാളിതനായി സലീം CI മാറുന്നത് അധികം വിദൂരമല്ലാത്ത സ്വപ്നമായി കൊണ്ടു നടക്കുകയാണ് അവർ. അതിന്റെ ക്രെഡിറ്റ് അയാൾക്ക് തന്നെ വേണം. കൃഷ്ണചന്ദ്രൻ അതിനു വേണ്ട ഒത്താശകളെല്ലാം ചെയ്യുന്നുണ്ട്. അടുത്ത കാലത്ത് കഞ്ചാവ് പ്രതിയെ കൈക്കൂലി വാങ്ങി ഒതുക്കി തീർത്തതിന്റെ പേരിൽ ചേലപ്പുഴ SIയെക്കുറിച്ച് ഒരു ആരോപണമുണ്ടായത് ഒതുക്കി തീർത്തു. കൂടാതെ അച്ചായന്റെയും പണിക്കാരുടെയും കരങ്ങളും പിന്നിലുണ്ട്. ചിന്നമല SI ജയദേവനും അയ്യാപിള്ളയുടെ മകളും തമ്മിലുള്ള വിവാഹം ഉറച്ചിരിക്കുകയായിരുന്നു, സലീം പറഞ്ഞു. കൃഷ്ണചന്ദ്രൻ ഒന്ന് ആലോചിച്ചു. പോലീസ് ഓഫീസറെ മരുമകനായി കിട്ടാനുള്ള അതിയായ മോഹം. മെല്ലെ ചിരിച്ചു. നാളെ നടക്കുന്ന ജാഥയിലെ ഒരു നേതാവ് അവനാണ്, അയ്യാപിള്ള. മുറിവും വെച്ച് കിട്ടി ഷൈൻ ചെയ്യാനുള്ള ഒരു കൊച്ചു മോഹവും കാണും. വേണ്ട, അവനെ അങ്ങനെ ഷൈൻ ചെയ്യിക്കണ്ട, SP വീണ്ടും പറഞ്ഞു തുടങ്ങി. അയ്യാപിള്ളയെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യണം. ബാക്കിയുള്ളവരുടെ കാര്യം പിന്നാലെ. അയാൾ കൂടി ഉണ്ടെങ്കിൽ പ്രശ്നം നാളെ സംഘർഷമാകാൻ സാധ്യതയുണ്ട്, കൃഷ്ണചന്ദ്രൻ വിനോദിനോടായി പറഞ്ഞു. പിന്നെ ജാഥ നമ്മുടെ ജില്ലയിൽ പ്രവേശിക്കുന്നിടത്ത് വേണ്ടത്ര പോലീസുകാരെ വിന്യസിപ്പിച്ചിരിക്കണം. അവിടെ സ്ഥലം SIയുടെ നേതൃത്വത്തിലായിക്കോട്ടെ. കൂട്ടത്തിൽ DYSPയുടെ ശ്രദ്ധയും ഉണ്ടായിരിക്കണം. എന്നാൽ അതിർത്തി അവസാനിക്കുന്ന ചേലപ്പുഴയിൽ അതിശക്തമായ കാവലുണ്ടായിരിക്കണം. അവിടെ CI വിനോദിന്റെയും സലീമിന്റെയും ഗൗരവമായ നിരീക്ഷണത്തിലായിരിക്കണം. എല്ലാ സേനാ വിഭാഗങ്ങളെയും അണിനിരത്താനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒന്ന് നിർത്തിയ ശേഷം വൈകുന്നേരം 5-ന് ശേഷമായിരിക്കും ജാഥ ചേലപ്പുഴയിൽ എത്തുകയെന്ന് കരുതുന്നു. അർദ്ധോക്തി നിറഞ്ഞ ആ വാക്യം പലരും ശരിക്കും മനസ്സിലാക്കി. ഏത് നിമിഷവും എന്ത് സംഭവിക്കാം. മന്ത്രിസഭ വളരെ ഉറ്റുനോക്കുന്ന ഒരു ജനമുന്നേറ്റമാണ് അവൻ, അനന്തൻ. നാളത്തെ മുഖ്യമന്ത്രിയാകാൻ കുതിച്ചു നടക്കുന്ന വീരനായകൻ. അവന്റെ ശക്തിയും തുടവും തൂക്കവും തൊഴിലാളികൾ ബുദ്ധിരാക്ഷസൻ, നല്ല വേദി തന്നെ. അതിൻ്റെ കൂടെ ചില്ലറ കഴുതകളും. എല്ലാറ്റിനെയും കൃഷ്ണചന്ദ്രൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് പല്ലിറുമി. നേരം ഇരുട്ടി തുടങ്ങി. ക്വാർട്ടേഴ്സുകളിലെ വൈദ്യുത വിളക്കുകൾ കൺമിഴിച്ച് രാത്രിയിലെ അത്ഭുതങ്ങൾ കാണുകയാണ്. ഈ സമയം SP-യുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഒരു കാർ ഇരച്ചു വന്നു. അതിൽ നിന്നും അവർ ഇറങ്ങി. അനന്തനും അബുവും. ഗേറ്റ് അടഞ്ഞു കിടന്നിരുന്നു. വലതുവശത്തെ കൂട്ടിൽ നിന്നും 2 നായകൾ വീരപരാക്രമത്താൽ കുരയ്ക്കുന്നത് വെളിയിൽ നിന്ന് കണ്ടു. കാതുകളിൽ തുളച്ചു കയറുന്ന കുര. അത് കേട്ടിട്ടാണെന്ന് തോന്നുന്നു. കാർ പോർച്ചിനടുത്തു നിന്നും ഒരു രൂപം മുന്നോട്ട് വന്നു. അത് ഒരു പോലീസുകാരനായിരുന്നു. എന്തു വേണം? പോലീസുകാരൻ ചോദിച്ചു. SP-യെ കാണണം, അനന്തം പറഞ്ഞു. നിങ്ങൾ ആരാണ്? പോലീസുകാരൻ വീണ്ടും ചോദിച്ചു. നാളെ നടക്കുന്ന ജാഥയുടെ ക്യാപ്റ്റൻ. അനന്തൻ എന്ന് പറഞ്ഞാൽ മതി. പേര് കേട്ടപ്പോൾ പോലീസുകാരൻ ഔദാര്യപൂർവ്വം നോക്കി. പിന്നെ ഒന്നും പറയാതെ അകത്തേക്ക് പോയി.
കുറച്ചു കഴിഞ്ഞപ്പോൾ മടങ്ങി വന്നു. വരൂ. ഗേറ്റ് തുറന്നു കൊടുത്തു. അയാൾ നിർദ്ദേശിച്ച ഭാഗത്തുകൂടി രണ്ടുപേരും അകത്തേക്ക് കടന്നു. വരണം വരണം. SP കൃഷ്ണചന്ദ്രന്റെ ശബ്ദം കേട്ട് ഇടതുവശത്തേക്ക് തിരിഞ്ഞു. രണ്ടുപേരും കൈകൂപ്പി. നിറഞ്ഞ മന്ദസ്മിതത്തോടെ അനന്തൻ ആ മുറിയിലേക്ക് കടക്കുമ്പോഴും അകത്തളത്തിൽ അടങ്ങാത്ത അഗ്നിവർഷങ്ങളായിരുന്നു. എങ്ങനെയും ജാഥയെ തകിടം മറിക്കാൻ ഭരണതലത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ചില തൽപര കക്ഷിക്കാരും പോലീസുകാരും വിദഗ്ധമായി കരുക്കൾ നീക്കുകയാണ്. അതിന്റെ ആദ്യത്തെ ഇരയാണ് അയ്യാപിള്ള. ഇരിക്കൂ. മുന്നിലെ ആധുനിക രീതിയിൽ പണിതീർത്ത കസേരകളിൽ ചൂണ്ടി SP പറഞ്ഞു. കുടിക്കാൻ? സൗഹൃദമായി അദ്ദേഹം ചോദിച്ചു. താങ്ക്സ്, വേണ്ട. പിന്നെ ഒരു തുടം വെള്ളം കൊണ്ട് തണുപ്പിക്കാൻ പറ്റുന്ന ദാഹമല്ല ഞങ്ങളുടേത്, അനന്തൻ ആമുഖമായി അവതരിപ്പിച്ചു. മേൽമീശയുടെ രോമങ്ങളിൽ ചൂണ്ടാണി വിരലും തള്ളവിരലും ഉപയോഗിച്ച് വകതിരിവ് നടത്തിക്കൊണ്ട് കൃഷ്ണചന്ദ്രൻ അവരെ ശ്രദ്ധിച്ചു. ആവേശം മുറ്റി നിൽക്കുന്ന തിളങ്ങുന്ന കണ്ണുകളുള്ള രണ്ട് യുവാക്കൾ തൻ്റെ മുന്നിലിരിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ, പരാതികൾ അതിൽ ദൃശ്യമായിരുന്നു. ആലോചനയ്ക്ക് ശേഷം SP ചോദിച്ചു. പിന്നെ എന്തു തരം ദാഹമാണ്? പ്രേമദാഹമോ? അതിൽ അല്പം പരിഹാസം കലർത്താൻ മറന്നില്ല. അല്ല, ആത്മദാഹം. അനീതിയെ കത്തിച്ചിരിക്കാനുള്ള അഗ്നിദാഹം. ഗൗരവം കലർത്തി ചടുലമായി അനന്തം പറഞ്ഞു. കൊള്ളാം, വാക്കുകളുടെ ഉപയോഗം ഭംഗിയാകുന്നുണ്ട്, കൃഷ്ണചന്ദ്രൻ പറഞ്ഞു. വാക്കുകൾ മാത്രമല്ല, പ്രവൃത്തിയും ഭംഗിയായി ഉപയോഗിക്കുന്നു. അത് തിരിച്ചുകൊണ്ടതുപോലെ SP-ക്ക് തോന്നി. അയ്യാപിള്ളയുടെ അറസ്റ്റിൽ നേതാക്കൾ കോപാകുലരായിരിക്കുകയാണ്. കൃഷ്ണചന്ദ്രൻ മന്ദഹാസത്തിൽ ഒതുക്കി. എന്താണ് നേതാക്കൾ ഈ രാത്രിയിൽ? ഒരു ജാഥ ആരംഭിച്ചല്ലോ. അടുത്തത് നാളെയല്ലേ? അതിന് ഞങ്ങളുടെ സഹായം വേണമെന്ന് അഭ്യർത്ഥിക്കാനായിരിക്കും. തീർച്ചയായും എല്ലാവിധ സഹായങ്ങളും ഉണ്ടായിരിക്കും. കൗശലമായ സംസാരം കേട്ടിട്ട് അബുവിന് അവിവേകങ്ങൾ പലതും തോന്നി. പക്ഷേ നിയന്ത്രിച്ചു. ഞങ്ങളെ സഹായിക്കുന്നതിന്റെ ഒരു ഭാഗമാണല്ലോ അയ്യാപിള്ളച്ചേട്ടന്റെ അറസ്റ്റ്. എന്തിനാണ് സർ ആശുപത്രി കിടക്കയിൽ നിന്ന് വീട്ടിലെത്തിയ പാവ മനുഷ്യനെ അറസ്റ്റ് ചെയ്തത്? അബു ചോദിച്ചു. ഓഹോ, അതോ? അല്പം മുന്നോട്ടെടുത്ത് വളരെ രഹസ്യമോതുന്ന രീതിയിൽ പതുക്കെ പറഞ്ഞു. അയ്യാപിള്ളയ്ക്കെതിരെ ഒരു ഡോക്ടറുടെ അമ്മ പരാതി നൽകിയിരിക്കുകയാണ്. അവരുടെ മകനെ തന്തയും മകളും കൂടി തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നുവെന്ന്. അത് അന്വേഷണത്തിലാണ്. അപ്പോൾ അയ്യാപിള്ളയെ ഒരുപക്ഷെ നേരിട്ട് കണ്ടാൽ അവർ ആക്രമിക്കാനും ഇടയുണ്ട്. അതുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് മാത്രം. തന്ത്രപൂർവമായ ചലനങ്ങൾ. SP അരങ്ങിൽ വിദൂഷകന്റെ വേഷം കെട്ടിയാടുന്നു. സർ, താങ്കൾ മനഃപൂർവ്വം ആ മനുഷ്യനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട്. ഈ ഒരു രാത്രി തീരുന്നതിന് മുമ്പ് ഈ നാടകത്തിലെ പല വേഷങ്ങളും നിങ്ങൾ കെട്ടുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഒരു കാര്യം വ്യക്തം, ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളെ തളർത്തുകയല്ല വളർത്തുകയാണെന്ന് പറയാതിരിക്കാൻ തരമില്ല. അതിൽ നന്ദിയുണ്ട്. ഞങ്ങളെ ഓരോരുത്തരെ അറസ്റ്റ് ചെയ്ത് അടി പറയിക്കാൻ ശ്രമിക്കുന്തോറും ഞങ്ങൾ ഇരട്ടിക്കുകയാണ്. എത്ര ശ്രമിച്ചാലും ഞങ്ങളുടെ തീരുമാനം പോലെ ജാഥ സെക്രട്ടേറിയറ്റ് നടയിലേക്ക് മാർച്ച് ചെയ്യും. അത് തടയാൻ ശ്രമിക്കുന്നത് ദൂരെയല്ലാത്ത അപകടം വിളിച്ചു വരുത്തുകയായിരിക്കും. തൊഴിലാളി ശക്തി പലകുറി കണ്ടറിഞ്ഞ പാരമ്പര്യമുള്ള നമ്മുടെ നാട്ടിൽ ആധുനിക CP വേഷം കെട്ടണോ സാറേ? അതുകൊണ്ട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്, അയ്യാപിള്ളയെ ഇന്ന് ഞങ്ങൾക്ക് വിട്ടുതരിക. അനന്തൻ SP-യുടെ മറുപടിക്കായി കാത്തുനിന്നു. കൊള്ളാം, പ്രസംഗം വേദിയിൽ തകർക്കും, ഭാവിയുള്ള നേതാവ്. പക്ഷേ ആ ആഗ്രഹം മാത്രം നടക്കില്ല. അയ്യാപിള്ളയെ ഇന്ന് ഞങ്ങൾക്ക് വേണം. ഇനിയും അത് പറയാനാണെങ്കിൽ നല്ല സമയം കളയണ്ട. മടക്കയാത്രയ്ക്ക് ഗേറ്റ് തുറന്നു കിടപ്പുണ്ട്, കൃഷ്ണചന്ദ്രൻ ഗൗരവം കലർന്ന വാക്കുകളിൽ അറിയിച്ചു. അനന്തനും അബുവും പരസ്പരം നോക്കി. എണീറ്റു. ഒരു നിമിഷം. സർ, ഗേറ്റിലെ കാവൽക്കാരനെയും കുരയ്ക്കുന്ന പട്ടികളെയും കണ്ട് ഭയപ്പെട്ടു പോകുന്ന ഒരു പ്രസ്ഥാനത്തിലല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. മരണത്തിനപ്പുറം ഒരു ശിക്ഷ തരാൻ ആർക്കും കഴിയില്ലല്ലോ. ഏതായാലും സർ, ഈ കൂടിക്കാഴ്ചയ്ക്ക് സമയം തന്നതിന് നന്ദിയുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പോവുകയാണ്. അവർ ഇറങ്ങി നടന്നു. ഗേറ്റിങ്കിൽ ആ പോലീസുകാരനുണ്ടായിരുന്നു. അതിനപ്പുറം കാത്തിരുന്ന് മുഷിഞ്ഞ കാറും ഡ്രൈവറും. അവൻ കാറിൽ കയറി. പൂമുഖവാതിലിൽ എല്ലാം വീക്ഷിച്ചുകൊണ്ട് കൃഷ്ണചന്ദ്രൻ നിന്നിരുന്നു. കാർ അതിശീഘ്രം കടന്നുപോയി. പത്രത്തിൽ വന്ന വാർത്തയും ഫോട്ടോയും കണ്ട് ഗംഗാപ്രസാദ് ഞെട്ടി. 10,000-കണക്കിന് വളണ്ടിയർമാർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ചെയ്യുന്നു. ഈ മുല്ലയൂർക്കാടിനെ കീറി മുറിച്ചുകൊണ്ട്. മേഴ്സിക്കുട്ടി കൊലക്കേസ് CBIക്ക് വിട്ടുകൊടുക്കണം പോലും. ഈർച്ചമിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ നിരുപാധികം അംഗീകരിക്കണം. 2 ജാഥകൾ 2 വഴികളിൽ കൂടി സെക്രട്ടേറിയറ്റിനെ കേന്ദ്രീകരിക്കുന്നു. അനുഭാവം പ്രകടിപ്പിച്ച മറ്റു തൊഴിലാളികളും അതിൽ പങ്കെടുക്കുന്നു. ഇതിനെയെല്ലാം നയിക്കുന്നത്
അവൻ തൻ്റെ ഘാതകനാകാൻ കറുത്ത കോട്ടുമിട്ട് നടക്കുന്ന ഉണ്ണിക്കുട്ടൻ അല്ല, AP മൂസദ്. പക്ഷേ പേരിൽ അവൻ മറിമായം സൃഷ്ടിച്ചിട്ടുണ്ട്, അനന്തൻ. എന്നാൽ ആ പാവം ആ ഗംഗാപ്രസാദിന്റെ തേരിലെ അച്ചാണി തട്ടി ഉടഞ്ഞു പോകുമല്ലോ എന്നോർത്ത് അയാൾ സ്വയം പൊട്ടിച്ചിരിച്ചു. അടുത്തിരുന്ന ഭാര്യ സൂര്യാദേവി അത് കണ്ട് അന്തം വിട്ടിരുന്നു. എന്താണ് രാവിലെ പത്രം വായിച്ച് പൊട്ടിച്ചിരിക്കാൻ? പുതിയ കോള് വല്ലതും കിട്ടിയായിരിക്കും. അല്ലെങ്കിൽ ഇത്രയും അമിതമായി ചിരിക്കാൻ വഴിയില്ല. ഹേയ്, എന്താ ഇത്? അവൾ ചോദിച്ചു. അപ്പോഴും ശരീരം കുലുങ്ങുമാറുച്ചത്തിൽ ചിരിയുടെ ശക്തി വർദ്ധിച്ചിരിക്കുകയായിരുന്നു. സൂര്യാദേവിക്ക് ഒന്നും മനസ്സിലായില്ല. അവൾ ഗംഗാപ്രസാദിന്റെ കയ്യിലിരുന്ന പത്രം പിടിച്ചു വാങ്ങി നോക്കി. കണ്ണുകൾ അക്ഷരങ്ങളിലൂടെ ഓടി നടന്നു. നിലയ്ക്കാത്ത ചലനങ്ങളായി. ഒഴുകുകയല്ലാതെ കാരണം കണ്ടെത്താനായില്ല. പിന്നെ കണ്ടത് ആ പടമായിരുന്നു. അത് അത് തൊണ്ടയിലെ ജലം വറ്റി വരണ്ടു. 1000 കഴുകന്മാർ ചുറ്റും നിന്ന് ചുണ്ടുകൾ കൊണ്ട് കുത്തി വലിക്കുന്നു. അവൾ പേടിച്ചരണ്ടു. ഗംഗാപ്രസാദിനോട് ചേർന്നിരുന്നു. AC റൂമിലും വിയർക്കുന്ന പോലെ. സൂര്യാദേവി ഗംഗാപ്രസാദിന്റെ മുഖത്തേക്ക് നോക്കി. ആ മുഖം പല്ലിളിച്ച അട്ടഹസിക്കുന്ന രക്തരക്ഷസിനെ പോലെ തോന്നി. അവൻ അവളുടെ തോളിൽ മെല്ലെ തട്ടി. അതോടൊപ്പം മനസ്സിൽ ചില തീരുമാനങ്ങളും എടുത്തു. പേര് മാറ്റി താടിയും മുടിയും ഷേവ് ചെയ്തു വെച്ചാൽ തിരിച്ചറിയില്ലെന്ന് അവൻ ധരിച്ചു. കൂട്ടത്തിൽ കിടക്കുന്നവന് രാപ്പനി അറിയില്ലെന്നുണ്ടോ? വിധി. അങ്ങനെ ചിന്തിച്ച് കുഷ്യൻ ചെയറിലേക്ക് ചാഞ്ഞിരുന്ന് ഷെൽഫിലെ ടെലിഫോണിൽ നിന്നും റിസീവർ എടുത്തു. കാതോട് ചേർത്തു. ഡയൽ ചെയ്തു. ഹലോ, കളക്ടറേറ്റ് അല്ലേ? കളക്ടറെ വേണം, അവൻ ആവശ്യപ്പെട്ടു. പെട്ടെന്ന് ലൈനിൽ കളക്ടറെ കിട്ടി. ഹലോ, കളക്ടർ അല്ലേ? അതെ, കളക്ടർ സുകന്യ. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ഗംഗാപ്രസാദ്, മുല്ലയൂർക്കാട് MLA. എന്താണ്? ഒരു അപേക്ഷയുണ്ട്. എന്താണ് സർ അപേക്ഷ? ഗംഗാപ്രസാദിന്റെ കണ്ണുകൾ ഒരിടത്ത് തറച്ചു. വെളിച്ചപ്പാടിന്റെ മുഖത്തുറഞ്ഞു നിൽക്കുന്ന ശൗര്യത്തോടെ പറഞ്ഞു. അവകാശ സംരക്ഷണ മുന്നണിയുടെ തെക്കൻ ജാഥ താങ്കളുടെ ജില്ലയിൽ കൂടി കടന്നു പോവുകയാണ്. അതെ, അറിഞ്ഞു. ശബ്ദം താഴ്ത്തിക്കൊണ്ട് ഗംഗാപ്രസാദ് വീണ്ടും പറഞ്ഞു. അത് തടയണം. തടയുക മാത്രമല്ല, കണ്ണീർവാതകം പ്രയോഗിക്കണം. വേണ്ടി വന്നാൽ. അത് പൂർത്തിയാക്കിയില്ല. അതിനപ്പുറം സുകന്യയുടെ മറുപടി കിട്ടി. സോറി സർ, അവകാശങ്ങൾക്ക് വേണ്ടി മാന്യമായി സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അത് തടയാൻ എനിക്കാവില്ല. അതൊക്കെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോലിയല്ലേ? ഗംഗാപ്രസാദിന് അടിയേറ്റതുപോലെയായി. ഇതുവരെയും ഗംഗാപ്രസാദിനോട് ഇങ്ങനെ ഒരു നിഷേധം ആരും പറഞ്ഞിട്ടില്ല. സുകന്യ ഗൗരവത്തിലായി. അതിപ്പോഴുണ്ടായി എന്ന് വിചാരിച്ചോളൂ. ഭർത്താവിന്റെ മുഖം വാടിക്കരിയുന്നത് ദയനീയമായി നോക്കിക്കൊണ്ട് സൂര്യാദേവി വിളിച്ചിരുന്നു. അയാൾ അടങ്ങാത്ത മനസ്സുമായി SP വിളിച്ചു. ഹലോ, SP കൃഷ്ണചന്ദ്രൻ. ഞാൻ ഗംഗാപ്രസാദ്. എന്താണാവോ? കുറെ അലവലാദികളുടെ ജാഥ വരുന്നില്ലേ? ആ, ഇന്നാണ്. അത് ഇപ്പൊ പലയിടങ്ങളും പിന്നിട്ട് കഴിഞ്ഞു വരുന്നു. വൈകുന്നേരം 5 കൂടിയാണ് ചേലപ്പുഴ പിന്നിടുന്നത്. SP സൂചനയുടെ സാരസ്യം മനസ്സിലാക്കി ഗംഗാപ്രസാദ് പറഞ്ഞു. അത് തടയണം. അത് മാത്രമല്ല, മറ്റേതും തടയും. രണ്ടും ഒരേ സമയത്ത് വൈകിട്ട് 5:30. തടഞ്ഞില്ലെങ്കിൽ ആപത്താണ്. നമുക്ക് പലർക്കും ക്ഷീണം ചെയ്യും. വേണ്ടി വന്നാൽ മറ്റൊരു ഓർഡറിന് കാത്തിരിക്കാതെ ചെയ്തോളൂ. ഗംഗാപ്രസാദിന്റെ വാക്കുകൾ ഒരു മുഴക്കമായിട്ടായിരുന്നു SP കാതുകളിൽ വീണത്. യെസ്, അച്ചായനും ഇതേ അഭിപ്രായക്കാരനാ. അല്പം മുമ്പ് വിളിച്ചിരുന്നു. പണിക്കർക്കും താല്പര്യം. CM ഒന്നും പറഞ്ഞില്ല. കൃഷ്ണചന്ദ്രൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവന് അല്പം ചൊടിപ്പായി. ഇതിനു മുമ്പുള്ള കാര്യങ്ങളെല്ലാം CMന്റെ ഓർഡർ കിട്ടിയിട്ടായിരുന്നു. ഗംഗാപ്രസാദ് പറയുന്നതിനപ്പുറം CMന് ഒന്നും ഉണ്ടാവില്ല. കളക്ടർ വാചകം മുറിച്ചു നിർത്തി. കളക്ടർ, അവർ നമുക്കൊരു പ്രശ്നമല്ല. നമ്മുടെ പ്രശ്നം അനന്തൻ തന്നെ, എൻ്റെ ജന്മശത്രു. ജന്മശത്രുവോ? അതെ, എൻ്റെ ഘാതകനാവൻ കൊതിക്കുന്നവൻ. എങ്കിൽ ഇപ്പോൾ തന്നെ അവനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്താലോ? വേണ്ട, 5:30 ശേഷം. ഗംഗാപ്രസാദിന്റെ ചിരിയലകൾ വീണ്ടും സ്വന്തം വസതിയായ വിഷ്ണുമംഗലത്തിന്റെ ഭിത്തികളിൽ തട്ടി പ്രതിധ്വനിച്ചു. ഫോൺ താഴ്ത്തിവെച്ചു. വിജയശ്രീ ലാളിതനായി പ്രിയതമയെ കെട്ടിപ്പിടിച്ചു. എന്നിട്ടും സൂര്യാദേവി സന്തോഷവതിയായില്ല. കാരണം ഇന്നുവരെ ഉണ്ടാകാതിരുന്ന ഒരു നേരിയ നൊമ്പരം ഇപ്പോൾ വളർന്ന് ഹൃദയത്തെ കാർന്നു തിന്നുന്നു. ഹൃദയങ്ങൾ 2 മുഖങ്ങൾ ദംഷ്ട്രകൾ കാട്ടി പല്ലിളിക്കുന്നു. നഷ്ടപ്പെടാൻ പോകുന്നത് തൻ്റെ ഹൃദയം. ഉണ്ണി, എൻ്റെ അനന്തു, എൻ്റെ കുഞ്ഞനിയൻ. എത്ര പക എന്നോട് അവനുണ്ടായാലും സ്വന്തം രക്തമല്ലാതാകുമോ? ഇനി അവശേഷിക്കുന്നത് ഞാനും അവനും മാത്രം. അവനെ നശിപ്പിക്കാൻ ഭർത്താവ് കരുക്കൾ നീക്കുന്നു. പക്ഷേ അവൻ പോയാൽ ഇതുവരെയും ജീവിച്ചിരിപ്പുണ്ടെന്ന ആശ്വാസമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് താൻ ചെകുത്താനും കടലിനും ഇടയിൽ. അവൾ ഏങ്ങലടിച്ചു. സുകന്യ ആലോചനയിലായി. ചുറ്റും ചതിയുടെ മുഖങ്ങൾ.
തൻ്റെ അനന്തുവിനെ ചുട്ടരിക്കാൻ കൊതിപൊണ്ട് വീശുന്ന അഗ്നിനാളങ്ങൾ ജേക്കബ് അച്ചായനും ഗംഗാധരനും. അനന്തുവിൻ്റെ വളർച്ചയിലെ ചില്ലിപ്പുഴുക്കൾ. അവരുടെ രാഷ്ട്രീയ സ്വാധീനങ്ങൾ തൊഴിലാളി സമൂഹത്തെ ഭീഷണിപ്പെടുത്തി ഓടിക്കാനുള്ള ശ്രമമാണ്. അതിലൂടെ അനന്തനെ വകവരുത്തുകയും അവർ എന്തും ചെയ്യും. എസ് പിയെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതിൻ്റെ സൂചന ഡിവൈഎസ്പി സിയാദും CI വിനോദും തന്നിരുന്നു. എങ്കിലും എസ് പിയെ വിളിച്ച് കാര്യം പറയാൻ അവൾ തീരുമാനിച്ചു. ടെലിഫോണിലൂടെ കൃഷ്ണചന്ദ്രനെ ബന്ധപ്പെട്ടു. ഹലോ, എസ് പി അല്ലേ? അതെ. ഒന്നിവിടെ വരാൻ സമയമുണ്ടല്ലോ. ഓക്കെ മാഡം. കൃഷ്ണചന്ദ്രനോടുള്ള അഭിമുഖം ഗൗരവമേറിയതാണ്. നൂൽപാലത്തിൻ്റെ പഴുതിലൂടെയും അയാൾ ഗൂഢതന്ത്രങ്ങൾ മെനയും. ശിപായി എത്തിച്ച ചൂടുള്ള ചായ മൂന്തി കുടിച്ചു. ഒന്ന് ഫ്രഷ് ആയിട്ടിരുന്നു. ആ സമയം കൊണ്ട് എസ് പി മുറിയിലേക്ക് കടന്നു വന്നു. അയാൾ സല്യൂട്ട് ചെയ്തു. ഇരിക്കൂ, കലക്ടർ പറഞ്ഞു. കൃഷ്ണചന്ദ്രൻ ഇരുന്നു. അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി മന്ദഹസിച്ചു. ഗംഗാപ്രസാദ് എന്ന ഒരു MLA വിളിച്ചിരുന്നു. എങ്ങും മുട്ടാതെ ചോദ്യത്തിൻ്റെ രൂപത്തിൽ അവൾ നിർത്തി. അങ്ങനെ അവതരണം ഭംഗിയാക്കി. എസ് പി സന്ദേഹത്തിലായി. ഫോൺ സന്ദേശം ഇത്ര പെട്ടെന്ന് ചോർത്തിയോ? വിളിച്ചിരുന്നു. കൃഷ്ണചന്ദ്രൻ മറുപടി പറഞ്ഞു. സുകന്യയുടെ മുഖത്ത് ഒരു കള്ളച്ചിരി വിരിഞ്ഞു. ഓഹോ, താങ്കളെയും വിളിച്ചോ? ആ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായപ്പോൾ തനിക്ക് പറ്റിയ അബദ്ധം വ്യക്തമായി. എന്നിട്ട് എന്ത് പറഞ്ഞു? പെട്ടെന്ന് സംസാരം യുക്തിപരമാക്കി. കളക്ടറോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, വേണ്ടവണ്ണം നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു? വേണ്ടതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം അയാളെ പിണക്കാനൊക്കില്ല. അയാൾ CMന്റെ നിർദ്ദേശകനും നിലനിർത്തുന്നവനുമെല്ലാമാണ്. എതിർത്താൽ നമുക്ക് ദോഷം ചെയ്യും. കൃഷ്ണചന്ദ്രൻ അങ്ങനെ പറഞ്ഞു. പേടിയുണ്ടോ? അവൾ ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല. എങ്കിൽ ഗംഗാപ്രസാദ് പറഞ്ഞതുപോലെ ഉണ്ടാവാൻ പാടില്ല. അത് പറയാനാണ് വിളിച്ചത്. ശരി. എസ് പി സല്യൂട്ട് ചെയ്ത് പിൻവാങ്ങി പുറത്തേക്ക് കടന്നു. സമയം 5:30 കഴിഞ്ഞിരിക്കുന്നു. പാടത്തും പണിസ്ഥലത്തും പോയി വന്നവരടക്കം വലിയൊരു ജനക്കൂട്ടം കണ്ണാടിക്കവലയിൽ തടിച്ചുകൂടി നിന്നു. പ്രഖ്യാപിത ജാഥയുടെ മുന്നേറ്റം കാണാൻ. CI വിനോദിന്റെയും SI സലീമിന്റെയും നേതൃത്വത്തിൽ CRP പോലീസ് സേനാ വിഭാഗം അടക്കം വലിയൊരു നിര തന്നെ അവിടെയുണ്ട്. ഇടയ്ക്കിടെ വയർലെസ്സിലൂടെ SPക്കും സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. അന്തിച്ചുവപ്പ് ആകാശത്ത് വിരിച്ച കുടക്കീഴിൽ പ്രതീക്ഷകൾ വളർന്നു വരികയായിരുന്നു ഓരോരുത്തർക്കും. പറഞ്ഞിരുന്ന സമയം വൈകി. പല സ്ഥലത്തും നല്ല സ്വീകരണങ്ങളുണ്ടായിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട അനന്തമാഷും ജാൻസിയും അബുവും ഒക്കെ നയിക്കുന്ന ഐതിഹാസിക സമരജാഥ കാണാനുള്ള തിടുക്കമായിരുന്നു അവിടെ കൂടിയ ഓരോ മനസ്സുകളിലും. ഏതാനും നിമിഷം പിന്നിട്ടപ്പോൾ ഒരു പൈലറ്റ് വാഹനം കൊടി ഉയർത്തി. മൈക്കിൽ കൂടി ഘോരവർഷം പൊഴിക്കുന്ന മുദ്രാവാക്യങ്ങളുമായി എത്തി. അതിന്റെ പിറകിലായി അധികം ദൂരത്തല്ലാതെ മറ്റൊരു വാഹനം. അതിനു മുന്നിൽ മേഴ്സിക്കുട്ടിയുടെ കട്ടൗട്ട് വളരെ ഉയരത്തിൽ വർണ്ണപ്രകാശമാലകളാൽ വലയം ചെയ്തിരിക്കുന്നു. ദൂരെ അതാ കാണായി ഒരു വർണ്ണപ്പടയെ അടിവെച്ച് മുന്നോട്ട് വരുന്നു. അതിന്റെ മുൻനിരയിൽ അവർ നിറപുഞ്ചിരികളുമായി 3 സൂര്യബിംബം പോലെ തിളങ്ങുന്നു. അനന്തമാഷ്, അബു, ജാൻസി. പെട്ടെന്ന് അതിന്റെ മുന്നിലേക്ക് ഒരു കറുത്ത സിംഹത്തെ പോലെ ഒരാൾ ഓടിയെടുക്കുന്നു. അവൻ കിതച്ചു നിന്നു. ഒപ്പം ജാഥയും. കുമാരു, അവൻ ഇവിടെങ്ങനെ? അനന്തൻ ആലോചിച്ചു. അവനെ ഒളിപ്പിച്ചു നിർത്തിയതല്ലേ? പിന്നെ? ഇല്ല മാഷേ, ഞാൻ പോണില്ല. ഞാൻ മരിക്കണമെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തിനു വേണ്ടി മരിക്കാം. നേരെ നിന്ന് ഒളിച്ചോടാൻ എനിക്ക് വയ്യ മാഷേ. വയ്യ. താ, എനിക്കും കൂടി താ ഒരു കൊടി. ഞാനും പിടിക്കട്ടെ. മനുഷ്യന്റെ വിശപ്പിന്റെ കൊടി. അനന്തൻ അവനെ വാരിപ്പുണർന്നു. കയ്യിലിരുന്ന കൊടി അവന് കൊടുത്തു. തലയുയർത്തി അജയ്യ ഭാവത്തോടെ ചുറ്റും നോക്കി മുൻനിരയിൽ തന്നെ അവൻ നടന്നു. പോലീസ് അത് ശ്രദ്ധിച്ചിരുന്നു. കണ്ണാടിക്കവലയുടെ ഹൃദയത്തിലേക്ക് അടുക്കാൻ ഉദ്ദേശം 100 മീറ്റർ മാത്രമുള്ളപ്പോൾ ആ മുഴക്കം കേട്ടു ലൗഡ് സ്പീക്കറിലൂടെ. ആദ്യമൊന്നും മുദ്രാവാക്യം വിളിയുടെ അന്തരീക്ഷത്തിൽ ആരും കേട്ടില്ല. ആകാശത്തിൽ ഒരു വെടിമുഴക്കമുണ്ടായി. SI സലീം വിളിച്ചു പറഞ്ഞു, മര്യാദയ്ക്ക് പിന്തിരിഞ്ഞു പോകുക, മര്യാദയ്ക്ക് പിന്തിരിഞ്ഞു പോകുക, ഇല്ലെങ്കിൽ ഞങ്ങൾ തടയും. അതിന്റെ ഗൗരവം കണ്ടുനിന്നവർ മനസ്സിലാക്കി. പലരും ചിതറിയോടി. പിന്മാറുന്നില്ലെന്ന് കണ്ടപ്പോൾ പോലീസ് പ്രതിരോധ നിര സൃഷ്ടിച്ചു. ഇതിനിടയിൽ വേണ്ട സലീം, വേണ്ട, CI അടുത്തു ചെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ആ നിമിഷം SPയുടെ വാഹനം മറ്റൊരു വഴിയിലൂടെ ഇരച്ചു കയറി വന്നു. സലീം അത് കണ്ടു. ഓക്കെ, SP ഓർഡർ കൊടുത്തു. ജാഥയും പ്രതിരോധ നിരയും തമ്മിൽ ഒരു വെളിപ്പാടകലെ വന്നപ്പോൾ അത് നടന്നു. കണ്ണീർവാതകം പ്രയോഗിച്ചു. ജാഥയിൽ പങ്കെടുത്തവർ പരക്കം പാഞ്ഞു. റോഡ് നിറഞ്ഞു വന്ന ജാഥക്കാർ കൂട്ടമിടിച്ച് റോഡിൽ മലർന്നു വീണു. അവരുടെ പുറത്ത് ചവിട്ടി മിതിച്ച് പലരും വിരണ്ടോടുന്നു. ഇരുവശങ്ങളിലും പോലീസ് അണിനിരന്നു. ചിലർ ശ്വാസം മുട്ടി തളർന്നു വീണു. അന്തരീക്ഷം ഭീകരതയിൽ മുങ്ങി. അനന്തൻ മുന്നോട്ട് കുതിച്ചു. ടപ്പ്! അവന്റെ മുട്ടിനു താഴെ വെടിയേറ്റു. അവൻ കുഴഞ്ഞു വീണു.
കുമാരു മലയോളം വളർന്ന ഹനുമാനെ പോലെ നെഞ്ചി വിരിച്ച് അലറി വിളിച്ചുകൊണ്ട് മുന്നോട്ടെടുത്ത് അനന്തനെ പൊക്കിയെടുത്തോടി. കണ്ണാടിക്കവല ശ്മശാന ഭൂമിയായി. തിക്കിലും തിരക്കിലും പെട്ട് നിരവധി ആളുകൾ മരിച്ചു വീണു. അനാഥമാകുന്ന കണ്ണാടിക്കവല തേങ്ങുന്നു. എൻഎച്ചിൽ കൂടി കടന്നു വന്ന മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള ജാഥയ്ക്ക് നേരെയും കണ്ണീർവാത പ്രയോഗവും വെടിവെപ്പും നടന്നു. വെടിവെപ്പിൽ മാത്യു ഉൾപ്പെടെ 5 പേർ ആശുപത്രിയിൽ ഗുരുതര നിലയിലാണ്. മാത്യുവിന്റെ നില അനുനിമിഷം വഷളായിക്കൊണ്ടിരിക്കുന്നു. ഈ സംഭവങ്ങളെ എല്ലാം രംഗത്തുള്ളവർ അപലപിച്ചു. ആശുപത്രിയിലേക്ക് ആളുകൾ ഓടിക്കൂടി. ഇത്തരമൊരു ദാരുണ സംഭവം നടന്നതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി റേഡിയോയിലൂടെയും TV-യിലൂടെയും അന്നേരം തന്നെ അറിയിച്ചു. പിറ്റേ ദിവസത്തെ പത്രത്തിൽ ആ സംഭവം ലീഡിംഗ് ന്യൂസായി. കുറ്റവാളികൾ എത്ര സ്വാധീനമുള്ളവരായാലും അവർ ശിക്ഷിക്കപ്പെടുമെന്ന് വാർത്തയിൽ മന്ത്രി ജനങ്ങൾക്ക് ഉറപ്പു നൽകി. ഇതുകൊണ്ടൊന്നും സംസ്ഥാനത്തെ ജനങ്ങൾ അടങ്ങിയിരുന്നില്ല. അവർ അക്രമം അഴിച്ചുവിട്ടു. മന്ത്രിമാർക്കും MLA-മാർക്ക് പോലും പുറത്തിറങ്ങാൻ മേലെന്നായി. പട്ടാളവും രംഗത്തിറങ്ങുമെന്നുള്ള സ്ഥിതി വരെ എത്തി. ഉന്നതരായ സാംസ്കാരിക നായകന്മാർ അവരുടെ പ്രിയപ്പെട്ട ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഒന്നിനും കാതോർക്കാൻ അവരുടെ മനസ്സ് അനുവദിച്ചില്ല. ഇതിനിടയിൽ മറ്റൊരു വാർത്ത വിസ്മയിപ്പിച്ചു. കളക്ടർ സുകന്യ രാജിവെച്ചു. തന്റെ ഔദ്യോഗിക രംഗത്തിനും മനസ്സിനുമേറ്റ കനത്ത ഭാരത്തോടെ അത് നിർവഹിച്ചു. രാജി, അതെ, മനസാക്ഷിക്ക് ശരിയായിട്ടുള്ളൂ. എല്ലാം സംഭവിച്ചു പോയി. തന്റെ അനന്തു, എന്നും തന്റെ മനസ്സിൽ ഉറക്കത്തിൽ പോലും ഉണർന്നിരിക്കുന്നവൻ, താരും തളിരി നൽകി മംഗല്യ സ്വപ്നം വളർത്തിയെടുത്തപ്പോൾ ഇഷ്ടദേവനായി കടന്നു വന്നവൻ, ആരുടെ മുന്നിലും ചങ്കൂറ്റത്തോടെ സംസാരിക്കുന്നവൻ, എൻ്റെ അനന്തു ഇതാ ആശുപത്രി കിടക്കയിൽ. ഇല്ല, എൻ്റെ അനന്തം ഭീരുവല്ല, ധീരനാണ്. പീരങ്കിക്ക് മുന്നിലും വിരിമാറു കാട്ടുന്നവൻ. അവൻ സ്നേഹിക്കുന്ന, അവൻ ജീവിക്കുന്ന ജനത്തിനു നേരെ ആരുയർത്തുന്ന ശബ്ദവും ആരുയർത്തുന്ന ആയുധവും അവൻ നേരിടും. എൻ്റെ അനന്തു, എൻ്റെ പ്രിയപ്പെട്ട അനന്തു. ആശുപത്രി കിടക്കയിലെ തലയണപ്പരപ്പിൽ തല ചേർത്ത് വെച്ച് അപ്പോഴും പുഞ്ചിരിക്കുന്ന ആ പൂർണ്ണചന്ദ്രനെ സുകന്യ ഏറെ നേരം നോക്കിയിരുന്നു. അവളുടെ കണ്ണുകളിൽ കൂടി ജലധാരകൾ കുത്തിയോട്ടം നടത്തി. എന്നാൽ വെളിയിൽ അപ്പോൾ മഹാപ്രവാഹങ്ങൾ കരകവിഞ്ഞൊഴുകുകയായിരുന്നു, ആർക്കും നിയന്ത്രിക്കാനാവാതെ. അവരുടെ അനന്തമാഷിനെയും ജാൻസിയെയും അബുവണ്ണനെയും മറ്റു പ്രിയപ്പെട്ടവരെയും കാണാൻ കണ്ണീരുമൊലിപ്പിച്ച് കൈവിളക്കുമായി അവർ എത്തിയിരിക്കുകയാണ്. പലരും അകത്തേക്ക് കയറാൻ ബഹളം വയ്ക്കുന്നു. നിയന്ത്രിക്കാൻ പോലീസുകാരൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. എങ്കിലും ആരൊക്കെയോ നിയന്ത്രിക്കുന്നുണ്ട്. മാത്യുവിൻ്റെ അവസ്ഥയെക്കുറിച്ച് അനന്തൻ കൂടെ കൂടെ അന്വേഷിക്കുന്നുണ്ട്. എല്ലാറ്റിനും തൊട്ടരികിൽ നിൽക്കുന്ന തങ്കപ്പൻ മറുപടി പറയുന്നു. പക്ഷേ അവൻ ഒന്നും ഗൗരവം കൊടുത്ത് പറയുന്നില്ല. പറഞ്ഞാൽ ആ ഭാവം മാറുമെന്ന് അവനറിയാം. മാത്യു സാറിന് എന്തെങ്കിലും സംഭവിക്കുന്നത് അനന്തമാഷിന് സഹിക്കാനാവുകയില്ല. അവരുടെ കഥ കേട്ടതിൽ അവരെ വേർപെടുത്താൻ ഒരു പ്രലോഭനത്തിനും കഴിയില്ലെന്ന് മനസ്സിലായി. മറിച്ചൊന്ന് സംഭവിച്ചാൽ അത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. തങ്കപ്പൻ സങ്കടപ്പെട്ടു. എല്ലാം സ്വയം അടക്കി. അനന്തമാഷ് ഇപ്പോൾ ഒന്നും തിരിച്ചറിയരുത്, അവൻ അങ്ങനെ കരുതി. മോർച്ചറിയിൽ നിരന്നു കിടക്കുന്ന സഹപ്രവർത്തകരെ കണ്ടാൽ ആ ഹൃദയം നീറിപ്പിടയും. വേണ്ട, ഇപ്പോൾ അറിയണ്ട. അടുത്ത മുറിയിൽ കിടക്കുന്ന അബുവും ജാൻസിയും കുമാരുവിനോട് അനന്തമാഷിൻ്റെയും മാത്യു സാറിൻ്റെയും വിവരങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്നു. കൈത്തലം കൊണ്ട് മുഖം പൊത്തി ഏങ്ങി ഏങ്ങി അവൻ കരയും. പിന്നെ എല്ലാം സഹിച്ചു. ഒന്നുമില്ല കുഞ്ഞെ, ഒന്നുമില്ല. നമ്മുടെ അനന്തമാഷിനും മാത്യു സാറിനും ഒന്നും ഉണ്ടാവില്ല. ഉണ്ടായാൽ കുമാരു അടങ്ങിയിരിക്കുമോ? നാട്ടുകാരടങ്ങിയിരിക്കുമോ? കൊല്ലും, എല്ലാറ്റിനെയും കൊല്ലും. കണ്ണീരിൽ ചാലിച്ച ഗൗരവത്തിൽ അവൻ പുലമ്പും. എങ്കിലും ഒരിടത്തും അവൻ അടങ്ങി നിൽക്കുന്നില്ല. ഓടി നടക്കുകയാണ്. ഓരോ മുറിയിലും തുറന്ന വാർഡിലും സഹപ്രവർത്തകരെ ആശ്വസിപ്പിക്കാൻ. ഈ സമയം ആശുപത്രിയുടെ മുൻവശത്ത് തിങ്ങി നിറഞ്ഞ പുരുഷാരങ്ങൾക്കിടയിൽ കൂടി തിക്കി തിരക്കി നെഞ്ച തലച്ച് കരഞ്ഞുകൊണ്ട് ഒരു വൃദ്ധ ഓടി വരുന്നു. അവിടെ കൂടിയവരിൽ കുറച്ചു പേർ ആ വൃദ്ധയെ തിരിച്ചറിഞ്ഞു. ജാൻസിയുടെ അമ്മ മറിയ ചേട്ടത്തി. പലരും അവർക്ക് വഴിയൊരുക്കി കൊടുക്കാൻ ശ്രമിച്ചു. എൻ്റെ മോളെ എന്ന് വിളിച്ചുകൊണ്ട് ആശുപത്രിയുടെ ഇടനാഴിയിലൂടെ അവർ മുന്നോട്ടോടുകയാണ്. പെട്ടെന്ന് നിന്നു. കുമാരുവിനെ കണ്ടു. അവനെ കെട്ടിപ്പിടിച്ചു. എൻ്റെ മോളെവിടെ? അവൾക്ക് എന്തു പറ്റി? അവളെ കൊന്നോ കുമാരു? അത് പറയുമ്പോൾ ആ മുഖത്തുണ്ടാകുന്ന ഭാവവ്യത്യാസങ്ങൾ അവൻ കണ്ടു. കലി കൊണ്ട് തീരത്തടിച്ച് പൊട്ടിച്ചീതറി കരയുന്ന തിരമാല പോലെ. കുമാരുവിൻ്റെ ഉരുക്കു കൈകളിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവർ ഉറക്കെ പറഞ്ഞു, എൻ്റെ മോളെ കൊന്നോ, അനന്തനെ കൊന്നോ, അബുവിനെ കൊന്നോ? അവരൊക്കെ ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കും, ഞാൻ കത്തിക്കും. ഭ്രാന്തമായി മറിയാമ്മ ചേട്ടത്തി വിളിച്ചു പറഞ്ഞു. മെല്ലെ ആക്രോശം തേങ്ങലായി വീണു. ഇല്ല മക്കളെ, ഇല്ല. മറിയാമ്മയ്ക്ക് ഒന്നിനും കഴിയില്ല. മറിയാമ്മ ഒന്നുമല്ല. മറിയാമ്മയ്ക്ക് ആരുമില്ല. എൻ്റെ കുടുംബം നശിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ പോകുന്നു. ഞാൻ മാത്രം ഇനി തനിച്ച്. വയ്യ, വയ്യ എൻ്റെ കുമാരു, എനിക്ക് വയ്യ. ഇടനാഴിയിലെ ഭിത്തിയോട് ചേർന്ന് മറിയാമ്മ ചേട്ടത്തി തളർന്നിരുന്നു.
കുമാരുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അടുത്തു നിന്നവരെല്ലാം വിതുമ്പുന്നു, കണ്ണു തുടയ്ക്കുന്നു. അവൻ മറിയാമ്മച്ചേടത്തിയെ പിടിച്ചുയർത്തി ജാൻസിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അവൾക്ക് കാര്യമായി പരുക്കുകളൊന്നുമില്ല. തിരക്കിൽ വീണപ്പോൾ ചവിട്ടുകളേറ്റ വേദനയും നീരുമുണ്ടെന്ന് മാത്രം. അബുവിന് കൈത്തണ്ടയ്ക്ക് പരുക്കുണ്ട്. അതിനേക്കാൾ ഹൃദയഭേദകം, മോർച്ചറിയിൽ 10 പേരാണ് ഭൂമിയിൽ മറുകാത്ത് കിടക്കുന്നത്. തിക്കിലും തിരക്കിലും വീണ് ചവിട്ടേറ്റും ശ്വാസം മുട്ടിയും മരിച്ചവർ. കൂടാതെ എണ്ണച്ചിലെ ജാഥയുടെ അവസ്ഥ മറ്റൊന്ന്. മോളെ കണ്ടതും മറിയാമ്മച്ചേടത്തി അവളുടെ മാറിലേക്ക് അലച്ചു വീണു. അവൾ കൈകൾ ഉയർത്തി അമ്മയുടെ പുറത്ത് തലോടി. കരയാതെ അമ്മച്ചി, കരയാതെ. അമ്മച്ചിയുടെ മോക്കൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ ജയിക്കും അമ്മച്ചി, ജയിക്കും. നമ്മുടെ അച്ചാച്ചൻ്റെ സ്വപ്നം വിജയിക്കും. എൻ്റെ അമ്മച്ചി കരയരുത്. അവിടെ അണ്ണനുണ്ട്. ജാൻസി അപ്പുറത്തേക്ക് കൈ ചൂണ്ടി പറഞ്ഞു. മറിയാമ്മച്ചേടത്തി അവിടേക്ക് നീങ്ങി. അബുവിനെ കണ്ടു. അബു മോനെ, അബു. അവൻ ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. നബീസ, അവൾ തളർന്നു കിടക്കുകയാണ്. ആരും അവളെ ഇങ്ങോട്ട് വിടില്ല. ഞാൻ അവരെയൊക്കെ എതിർത്ത് പോന്നതാ. എനിക്ക് നിങ്ങളെ കാണാൻ, എൻ്റെ മക്കളെ കാണാൻ. പെട്ടെന്ന് ഓർത്തതുപോലെ, എൻ്റെ അനന്തമോനെ എവിടെ? വാ അമ്മച്ചി, കാണിക്കാം. കുമാരു മറിയാമ്മച്ചേടത്തിയെ താങ്ങി പിടിച്ച് അനന്തൻ കിടക്കുന്ന മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവർ കണ്ടു, വലതുകാൽ മുഴുവൻ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് അവൻ ചുറ്റും കൂടിയവരെ നോക്കി പുഞ്ചിരിക്കുന്നത്. ആ പുഞ്ചിരിയുടെ തിളക്കം മറിയാമ്മച്ചേടത്തി കണ്ടു. തൻ്റെ പൊന്നുമോൻ്റെ പ്രകാശം, അനന്തനുണ്ണിയുടെ പൊലിമ. തൊട്ടടുത്ത് കണ്ണീരൊലിച്ചിറങ്ങുന്ന മുഖവുമായി ഒരു പെൺകുട്ടിയെ, ഉറക്കച്ചടവുമുള്ള കണ്ണുമായി ആശ്വാസം പകർന്നു കൊടുക്കുന്ന തങ്കപ്പനെ. അവൾ ആരാണ്? ആ സ്വർണ്ണസുന്ദരി. മോനെ അനന്ത. അവൻ്റെ കിടക്കിലേക്ക് ക്ഷീണം മറന്നു ഓടി കുമാരു താങ്ങായി പിന്നാലെയും. മുറിയിൽ നിറഞ്ഞു നിന്ന സന്ദർശകർ തിരിഞ്ഞു നോക്കി. മോനെ അനന്ത, നിനക്ക് എന്തു പറ്റിയടാ? നിന്നോടിത് ആര് ചെയ്തടാ മോനെ? അനന്തൻ മറിയാമ്മച്ചേടത്തിയെ അരികിലിരുത്തി സമാധാനിപ്പിച്ചു. അന്നേരം അവൻ കണ്ടു, മുറിയുടെ വാതിൽക്കൽ ശൗര്യപരാക്രമങ്ങളില്ലാത്ത, കാക്കിക്കുപ്പായത്തിൻ്റെ നിറമില്ലാത്ത, കലാലയത്തിൻ്റെ ആനന്ദത്തിൽ സ്നേഹം പങ്കുവച്ച തൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിയുടെ മുഖം, ജയദേവൻ്റെ മുഖം. ജയദേവൻ നടന്ന് അനന്തൻ്റെ അടുത്ത് വന്നു. ഏറെ നേരം നോക്കി നിന്നു. നമ്പരങ്ങൾ വിടർന്ന ദയനീയത. അനന്തൻ്റെ കൈ കവർന്ന്, എൻ്റെ പൊന്നു കൂട്ടുകാരാ, നിന്നെ ഈ പരുവത്തിൽ എനിക്ക് കാണേണ്ടി വന്നു. മതിയാക്കൂ, ഈ കളി മതിയാക്കൂ. എനിക്കിത് വേണ്ട. നീ കവിത പാടൂ. മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ താളം തുടിക്കുന്ന കവിത. അത് കേട്ടവരുണരട്ടെ, അവർക്ക് ശാന്തി ലഭിക്കട്ടെ. ജയദേവൻ അത് പറഞ്ഞു തീർത്തപ്പോൾ ഒരു പിടി മിഴിനീർ അനന്തൻ്റെ കൈപ്പത്തിയിൽ വീണു. അപ്പോൾ ശരീരത്തിൻ്റെ വേദന പോലും മറന്നുപോയി. ഈ സമയം പിന്നിൽ ഒരു സ്ത്രീയുടെ ഏങ്ങലടി ഉയർന്നു. എല്ലാവരും അത് കേട്ടു. ജയദേവൻ അവളെ സൂക്ഷിച്ചു നോക്കി. സുകന്യ, അനന്തൻ്റെ നിത്യകാമുകി. അവളും വന്നിരിക്കുന്നു. അവളുടെ മുഖത്തും അനന്തൻ്റെ മുഖത്തും അവൻ മാറി മാറി നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം അനന്തന് മനസ്സിലായി. കെട്ടുപിണഞ്ഞു നിന്ന വികാരത്തിൻ്റെ തണലിൽ ആ 3 ഹൃദയങ്ങൾ പരസ്പരം സംസാരിച്ചു. ഞൊടിയിടയ്ക്കുള്ളിൽ ആ വാർത്ത മിന്നൽ പ്രവാഹം നടത്തി. മാത്യു മരിച്ചു. വെടിയേറ്റ അത്യാസന്ന നിലയിൽ കിടന്ന അവകാശ സംരക്ഷണ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാവിൻ്റെ മരണത്തിൻ്റെ ഒലികൾ അണികളിൽ ചിതറി വീണു. മണിക്കൂറിനു മുന്നേ ആരോ ഒതുക്കി നിർത്തിയിരുന്ന ദുഃഖസത്യം തടയാനാവാതെ അടർന്നു വീണു. കേട്ട മാത്രയിൽ അനന്തൻ്റെ തല തലയിണയിലേക്ക് മറിഞ്ഞുപോയി. കേട്ടവരെല്ലാം വികാരവിക്ഷുബ്ധതയിൽ വിതുമ്പി നിന്നു. പലരും പുറത്തേക്ക് പാഞ്ഞു. ഇനിയെന്ത്? അലറി തിമിർത്തു വരുന്ന അലയാഴി തീരക്കെട്ടുകളിൽ ഇടിച്ചു മറിഞ്ഞു. ആ അതിർത്തികൾ പൊട്ടി തകരുന്നു. ജനങ്ങളുടെ വികാരത്തിന് നിയന്ത്രണമില്ലാതെ വന്നു. പോലീസും പട്ടാളവും രംഗത്തിറങ്ങി. കണ്ണിൽ കണ്ടവരെ തല്ലിച്ചതച്ചു. മിനിറ്റുകൾ മണിക്കൂറുകളായി വളർന്നു. അനന്തൻ്റെ കണ്ണുകൾ മെല്ലെ ചിമ്മി ഉണർന്നു. അടുത്തു നിന്നവർ ആകാംക്ഷയോടെ നോക്കി. കണ്ണുകൾ നനഞ്ഞിരിക്കുന്നു. അവൻ കരയുന്നത്, തളരുന്നത് ആദ്യമായി അവർ കണ്ടു. പെട്ടെന്ന് ആ മിഴികൾ മറ്റൊരു ദിശയിലേക്ക് ഉറ്റുനോക്കി. അടുത്തടുത്ത് വരുന്ന ആ വലിയ മനുഷ്യനെ കണ്ടു. മലയാളത്തിൻ്റെ ഗർജിക്കുന്ന സിംഹത്തെ, സ്നേഹത്തിൻ്റെ മധുരഗീതം ഒഴുക്കിയ കവിയെ. അവൻ അറിയാതെ കിടക്കയിൽ നിന്ന് കൈകൂപ്പി. കണ്ണീരിലും മിഴികൾ ആ കവിക്ക് സ്വാഗതമേകി. അയാൾ അടുത്തു വന്നു. ദീർഘകായനായ, ജുബയും ഒറ്റമുണ്ടുമെടുത്ത ഗൗരവശാലി. അനന്തപ്രഭ, അയാൾ വിളിച്ചു. ആ മുഖത്തേക്ക് അനന്തൻ ബഹുമാനത്തോടെ നോക്കി. അനന്തപ്രഭ, സംസ്ഥാനം അപകടത്തിലാണ്. ഇനി നിനക്ക് മാത്രമേ കഴിയൂ അതിനെ നിയന്ത്രിക്കാൻ. ഇല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മണ്ണ്, നീയും ഞാനും, നമ്മളെല്ലാം സ്നേഹിച്ച നമ്മുടെ അമ്മ രക്തം കുടിച്ച് ശ്വാസം മുട്ടി മരിക്കും. അതുകൊണ്ട് നിന്റെ ശബ്ദം നീ അവരിലേക്ക് അയക്കൂ. നിന്റെ പ്രിയപ്പെട്ടവരിലേക്ക്. അതിനുവേണ്ട ഒരുക്കങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആകാശവാണിയിലൂടെ നിന്റെ വാക്കുകൾ കേട്ടാൽ അവർ ശാന്തരാകും. അവരോട് ശാന്തരാകാൻ പറയൂ. പറയില്ലേ അനന്തപ്രഭേ? ആ അഭ്യർത്ഥനയ്ക്ക് മുമ്പിൽ അവൻ തല താഴ്ത്തി.
താൻ സ്നേഹിക്കുന്നവർ തെരുവിൽ വീഴാൻ ഇനി ഞാൻ അനുവദിക്കില്ല. ഇപ്പോൾ അവരെ പിന്തിരിപ്പിക്കണം. ആവശ്യമാണ്. അതാണ് എൻ്റെ ധർമ്മം, കടമ. അനന്തൻ അതിനനുവദിച്ചു. സമയം വൈകുന്നേരം 6:15. ആകാശവാണി തത്സമയ പ്രക്ഷേപണത്തിന് തയ്യാറായി. മൈക്രോഫോൺ അവൻ്റെ നേരെ നീണ്ടു. അനന്തൻ അവൻ്റെ ജനങ്ങളോട് പറഞ്ഞു. ഗ്രാമാന്തരങ്ങളാൽ റേഡിയോകൾ തുറന്നു. ഗ്രാമീണർ വീർപ്പടക്കി കാത്തുനിന്ന് കേട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വികാരം വിവേകത്തെ കീഴടക്കരുതേ. അക്രമം കാണിക്കരുതേ. ഇത് നമ്മുടെ നാടാണ്. ഇവിടെ ജീവിക്കുന്നവർ നമ്മുടെ സഹോദരങ്ങളാണ്. അവരോട് പടപൊരുതണ്ട. അങ്ങനെ നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നല്ലൊരു നാളേക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കൂ. അത്രയും പറഞ്ഞപ്പോൾ അവൻ കിതച്ചുപോയി. ആ ശബ്ദം നാടിനെ ശാന്തമാക്കി. മറ്റൊരു തുടക്കത്തിൻ്റെ പിൻവാങ്ങൽ പോലെ. ക്യാബിനറ്റ് റൂം. മന്ത്രിസഭ കൂടുകയാണ്. പുതിയ പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മന്ത്രിമാരെല്ലാവരും എത്തി. കൂടാതെ തീരുമാനങ്ങൾ അറിയാൻ പുറത്ത് പല രാഷ്ട്രീയ പ്രമുഖർ അക്ഷമരായി നിൽക്കുകയും നടക്കുകയും പരസ്പരം ചർച്ച നടത്തുകയും ചെയ്യുന്നു. അകത്ത് ചൂടുപിടിച്ച ആലോചനകൾ നടന്നു. അപ്രതീക്ഷിതമായി വിളിച്ചു വരുത്തിയ ദാരുണ സംഭവത്തിൽ തീർത്തും ദുഃഖിതനായാണ് മുഖ്യമന്ത്രിയെ കണ്ടത്. അഭിപ്രായങ്ങൾക്ക് കാര്യമായ മറുപടി കണ്ടെത്താതെ അദ്ദേഹം വിഷമിക്കുകയായിരുന്നു. തൻ്റെ സഹപ്രവർത്തകർ തന്നെ കരിവാരി തേച്ചിരിക്കുന്നു. കാൽച്ചുവട്ടിലെ മണ്ണ് പലരും വലിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത് അറിയാതെ പോയതിനാൽ സ്വന്തം വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുകയായിരുന്നു. ആരാണ് ഈ ചതി ചെയ്തത്? ആരാണ് ഓർഡർ കൊടുത്തത്? തനിക്ക് പിന്നിൽ ഇത്രയും ശക്തമായ ഉപജാപക സംഘം ഏതാണ്? വിശ്വസ്തനെന്ന് കരുതിപ്പോന്ന ഗംഗാപ്രസാദ് പോലും ഇത്തരമൊരു സംഗതി സൂചിപ്പിച്ചിരുന്നില്ല. അയാൾ അറിഞ്ഞില്ല എന്നുണ്ടോ? അറിഞ്ഞിരുന്നെങ്കിൽ എന്തുകൊണ്ട് അറിയിച്ചില്ല? ഇല്ല, എല്ലാവരും കൂടി തന്നെ പമ്പര വിഡ്ഢിയാക്കുന്നു. ഇത്രയും കാലം മനസാക്ഷിക്ക് മുന്നിൽ നിന്നാണ് താൻ രാഷ്ട്രീയ സേവനം നടത്തിയത്. പക്ഷെ ഇപ്പോൾ ഇവിടെ അപമാനിക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഭരണം വേണ്ട. എന്നെക്കൊണ്ട് ആരും കീശകൾ വീർപ്പിക്കണ്ട. രാജിവെച്ചൊഴിയണം. മരിച്ചു വീണ എൻ്റെ സഹോദരങ്ങൾക്ക് മുന്നിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലികൾ അർപ്പിക്കണം. ഈ രാഷ്ട്രീയ സേവനം ഇത്തരമൊരു രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മൗനമായി എല്ലാവരുടെയും മുന്നിലിരുന്നു. മുഖ്യമന്ത്രിയുടെ ഈ സന്ദർഭത്തിലുള്ള തപസ് ഒട്ടും യോജിക്കുന്നതായി മറ്റു മന്ത്രിമാർക്ക് തോന്നിയില്ല. അടിയന്തരമായി ഒരു തീരുമാനമെടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ ജനം തെരുവിൽ കല്ലെറിയും. CM എന്താ ഒന്നും പറയാത്തത്? ആഭ്യന്തരമന്ത്രി ചോദിച്ചു. ആഭ്യന്തരമന്ത്രി തന്നെ തീരുമാനത്തിന് പറ്റിയ ഒരു നിർദ്ദേശം ആദ്യം വയ്ക്കരുതോ? സഹമന്ത്രിമാരിൽ ഒരാൾ ചോദിച്ചു. തലയിരിക്കുമ്പോൾ വാലാടണോ? ആഭ്യന്തരമന്ത്രി പറഞ്ഞു. അത് കേട്ടപ്പോൾ മുഖ്യമന്ത്രി ഒന്ന് ഈർത്തി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോഴുള്ള തലകൾക്കൊന്നും ജീവനില്ല. വാലുകളാണ് എല്ലാം നിർവഹിക്കുന്നത്. ആഭ്യന്തരമന്ത്രി അടിയേറ്റതുപോലെ മിഴിച്ചിരുന്നു പോയി. മുഖ്യമന്ത്രി തുടർന്നു. വെടിവെപ്പിന് ഓർഡർ കൊടുത്തത് ആരാണ്? ധാരാളം ജാഥകളും സമരങ്ങളും കണ്ടിട്ടുള്ള ഈ സെക്രട്ടേറിയറ്റ് നടയിലേക്ക് സമാധാനപരമായി നടത്തിയ ജാഥയ്ക്ക് നേരെ വെടിവെപ്പുണ്ടായത് 2 SP-മാരുടെ മാത്രം തലയിൽ കുരുത്ത മോഹമായിരുന്നു? അല്ല, അതിന്റെ പിന്നിൽ ആരൊക്കെയോ ചരടുവലികൾ നടത്തിയിരുന്നു. ഇതല്ലേ സത്യം? ആ വാക്കുകൾ കേട്ട് പലരും അസ്വസ്ഥരാകുകയായിരുന്നു. എന്നിട്ട് എന്താണുണ്ടായത്? എത്രയോ നിരപരാധികൾ കൊല്ലപ്പെട്ടു. എത്രയോ സ്നേഹിതർ നഷ്ടമാവുന്നു. ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കാനാവുമോ? മരിച്ചവരെ ജീവിപ്പിക്കാൻ നമ്മെ കൊണ്ടാവുമോ? ഇനി ഏറെ മരണസഹായം ചെയ്താലും നമ്മൾ ചെയ്ത പാപം പൊറുക്കുമോ? മുഖ്യമന്ത്രിയുടെ പിലാത്തോസ് മുഖം മറ്റുള്ളവർ തിരിച്ചറിഞ്ഞു. അദ്ദേഹം വിരൽ ചൂണ്ടുന്നത് നമ്മളിൽ ഓരോരുത്തർക്കും നേരെയാണെന്ന് അവർക്ക് മനസ്സിലായി. ഈ കുഴഞ്ഞു മറിഞ്ഞ സ്ഥിതിയിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന CM-ന്റെ നീക്കത്തെ ഒന്നടങ്കം എതിർത്തു. CM എന്താണ് ഈ പറയുന്നത്? ആരാണ് ഇവിടെ കുറ്റവാളി? ഞങ്ങളോ? ആഭ്യന്തരമന്ത്രി തന്നെ ചോദിച്ചു. അതിനുത്തരം ഉടനെ ഉണ്ടായില്ല. അല്പം കഴിഞ്ഞ് ഒരു ചോദ്യമായി വീണു. നിങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ആര്? എന്നാണ്? SP തന്നെ, ആഭ്യന്തരമന്ത്രി പറഞ്ഞു. CM ചിരിച്ചു. കൊള്ളാം. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള 2 ഉദ്യോഗസ്ഥർ തനിച്ച് നടത്തിയ വിക്രിയകൾ ആഭ്യന്തരമന്ത്രിയെങ്കിലും അറിയാതെ പോയത് കഷ്ടം. CM പരിഹസിക്കുകയാണ്. മറ്റൊരു സഹമന്ത്രി പറഞ്ഞു. അല്ല, പരിതപിക്കുകയാണ് നിങ്ങളുടെ നിസ്സഹായതയോർത്ത്. ഇതൊന്നും പറഞ്ഞുകൊണ്ട് ഒരു തീരുമാനമാകില്ല. ജനങ്ങളോട് എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ. തൊഴുത്തിൽ കുത്ത് അവസാനിപ്പിച്ച് തീരുമാനമെടുക്കൂ, ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടു. CM മൗനമായി. തീരുമാനമെടുക്കുന്നതും അത് നടപ്പിൽ വരുത്തുന്നതും അവരാകുന്നു. താൻ അവർക്കു വേണ്ടി വീണ്ടും കരുവാകാൻ പോകുന്നു. വേണ്ട, അത് വേണ്ട. എൻ്റെ മന്ത്രിസഭ രാജിവെക്കുന്നു. അതോടൊപ്പം നിയമസഭ പിരിച്ചുവിടാൻ ഗവർണറോട് ശുപാർശ ചെയ്യാനും പോവുകയാണ്, ചീഫ് മിനിസ്റ്റർ തറപ്പിച്ചു പറഞ്ഞു. മറ്റുള്ളവർ സ്തബ്ധരായി. അവർ ഒന്നടങ്കം പറഞ്ഞു. എന്ത് അബദ്ധമാണ് CM പറയുന്നത്? നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങളെയൊക്കെ കരുവായിരുത്തേക്കുകയാണോ?
അല്ല, നിങ്ങളെ രക്ഷിക്കുകയാണ്, നാടിനെ രക്ഷിക്കുകയാണ്, മുഖ്യമന്ത്രി പറഞ്ഞു നിർത്തി. എണീറ്റു പോകാൻ ഭാവിച്ചപ്പോൾ മറ്റുള്ളവർ ആ തീരുമാനം തിരുത്താൻ കിണഞ്ഞു ശ്രമിച്ചു. എന്നാൽ CM-ന് യാതൊരു മാറ്റവുമില്ല. അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. പത്രപ്രവർത്തകർ മന്ത്രിസഭാ തീരുമാനമറിയാൻ ആകാംക്ഷയോടെ വെളിയിൽ കാത്തിരിക്കുന്നു. ജേക്കബ് അച്ചായനും പണിക്കരും ഗംഗാപ്രസാദുമൊക്കെ അടക്കം പറഞ്ഞു നിൽക്കുന്നു. അവരെല്ലാം അസ്വസ്ഥതയിലായിരുന്നു. CM ഒന്നുകൂടി ആലോചിക്കണം. ഈ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദികൾ ഞങ്ങളൊക്കെയാണെന്നുള്ള ധാരണകൾ തിരുത്തണം. അങ്ങയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരാണ് ഈ കാര്യങ്ങൾക്ക് കാരണക്കാരെന്ന് പറയുമ്പോൾ ഞെട്ടരുത്. ആഭ്യന്തരമന്ത്രിയുടെ തദസ്വരത്തിലുള്ള ആരോപണം മുഖ്യമന്ത്രിയെ ആലോചനയിലാക്കി. ആരാണവർ? ആരാണ്? അദ്ദേഹം ചോദിച്ചു. ഗംഗാപ്രസാദ്. മുഖ്യമന്ത്രിയുടെ കണ്ണുകൾ വികസിച്ചു. പിന്നെ ദിവാകര പണിക്കർ, ജേക്കബ് അച്ചായൻ. പോരെ, ഇനിയും നിരത്തണോ? വേണമെങ്കിൽ ഇവരുടെ ലക്ഷ്യങ്ങളും നിരത്താം. വേണ്ട, എനിക്കിനി കേൾക്കണ്ട. ഇപ്പോൾ ഈ യോഗം തൽക്കാലം നിർത്താം. CM വെളിയിലേക്ക് ഇറങ്ങി. പത്രക്കാർ തള്ളിക്കയറി. ഫോട്ടോഗ്രാഫേഴ്സിന്റെ കൈകളിലുള്ള ക്യാമറകളിൽ നിന്നും ഫ്ലാഷുകൾ മിന്നിമാറി. വെളിയിൽ നിന്നവർ പലരും ചീഫ് മിനിസ്റ്ററുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. നിരാശയിൽ പോലും ചിരിക്കുന്ന മുഖവുമായി അവരെ അഭിമുഖീകരിച്ചു. എന്നാൽ ഒന്നും പറയാൻ തയ്യാറായില്ല. പത്രക്കാർ പല ചോദ്യങ്ങളും എറിഞ്ഞു. അതിനൊന്നും കാര്യമായ മറുപടി ഉണ്ടായില്ല. അല്ല, ഇല്ല എന്ന് മാത്രം. ഇതിനിടയിൽ അവരെ മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞു. ഗംഗാപ്രസാദിനെയും പണിക്കരെയും അച്ചായനെയും. ആരുടെയും കെണിയിൽപ്പെടാതെ സ്വതസിദ്ധമായ സ്പീഡിൽ നടന്ന് ലിഫ്റ്റിൽ കയറി താഴത്തെ നിലയിലെത്തി. വെളിയിൽ വന്ന് കാറിൽ കയറി സ്ഥലം വിട്ടു. എല്ലാവരും ആ പോക്ക് കണ്ട് അന്തം വിട്ടു നിന്നു. പത്രക്കാരിൽ ചിലർ വാഹനങ്ങളിൽ പിന്നാലെ പാഞ്ഞു. അകമ്പടി പോലീസുകാരും പിന്നാലെ നീങ്ങി. അങ്ങനെ ഇരിക്കെയാണ് പുതിയ വാർത്ത കോലാഹലം സൃഷ്ടിച്ചത്. പ്രതിപക്ഷ MLA-മാർ ഒന്നടങ്കം നിയമസഭയിൽ നിന്നും രാജിവെച്ചിരിക്കുന്നു. അവർ രാജ്ഭവനിലേക്ക് മാർച്ച് ചെയ്ത് മന്ത്രിസഭ പിരിച്ചുവിടണമെന്ന് ഗവർണറോട് ആവശ്യപ്പെട്ടു. നഗരം മറ്റൊരു സംഭവത്തിന് നാന്ദി കുറിച്ചു. ദിവസങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി പിറന്നു വീഴുന്നു. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ശ്മശാന ഭൂമികൾ തീർത്തു. അവിടെ നിരവധി രക്തസാക്ഷി മണ്ഡപങ്ങൾ ഉയർന്നു. ദിവസങ്ങളോളം ദുഃഖാചരണങ്ങൾ നിലനിന്നു. അറസ്റ്റ് ചെയ്തിരുന്ന സമരക്കാരെയെല്ലാം ഉപാധികൾ കൂടാതെ വിട്ടയച്ചു. അക്കൂട്ടത്തിൽ അയ്യാപിള്ളയും മോചിതനായി. അയാൾ സഹപ്രവർത്തകരെയെല്ലാം നേരിൽ കാണാൻ ഓടി നടന്നു. ദുഃഖാർത്തനായി. ആശുപത്രി വിട്ട അനന്തനും സഹപ്രവർത്തകരും ചേലപ്പുഴയിൽ അവന്റെ കൊച്ചു വാടക വീട്ടിൽ ഭാവി കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. അയ്യാപിള്ള ദൂരേന്ന് വരുന്നത് അനന്തൻ കണ്ടു. പരിഭ്രാന്തമായ ആ ഭാവം അവൻ നന്നേ വീക്ഷിച്ചു. വന്നപാടെ എല്ലാവരെയും അയ്യാപിള്ള നോക്കി. അയാൾ വിതുമ്പിക്കരഞ്ഞു. പാടില്ല, പാടില്ല, ധൈര്യം ചോരാൻ പാടില്ല എന്ന് അനന്തന്റെ നോട്ടങ്ങളിൽ നിന്ന് അയ്യാപിള്ളയ്ക്ക് മനസ്സിലായി. ഈ കൂടിച്ചേരലുകളും വിമിഷ്ണങ്ങളും കണ്ട് വേദനയിൽ കുതിർന്ന മനസ്സുമായി സുകന്യയും ആ ചെറിയ വീടിന്റെ ഒരു ഭാഗത്ത് അവരോടൊപ്പം ഒന്നു ചേർന്നിരുന്നു. താമസിയാതെ ആ ചോദ്യം അവളിൽ നിന്ന് ഉയർന്നു. ഈ ഗംഗാപ്രസാദിന് അനന്തുവിനോട് എന്താണ് വൈരാഗ്യം? മറ്റുള്ളവർ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ എന്തൊക്കെയോ അറിഞ്ഞു സംസാരിക്കുന്നു. നിഗൂഢതകൾ നിറഞ്ഞ സംഭവങ്ങൾ അഴിക്കാൻ ശ്രമിക്കുന്നത് പോലെ. ആ കണ്ണുകൾ അനന്തനിലേക്ക് തിരിയുന്നു. അനന്തൻ തുറന്നിട്ട ജനലഴികൾക്കിടയിലൂടെ വിദൂരതയിലേക്ക് നോക്കിയിരുന്നു. സ്വാതന്ത്ര്യം പൂർണ്ണമായും കിട്ടിയിട്ടില്ലാത്ത കാല് ടീപ്പോയിമേൽ ഒന്ന് ഇളക്കി വെച്ചിട്ട് അവൻ ആ ചോദ്യത്തിന് ഉത്തരം തേടുകയായിരുന്നു. അബുവും ജാൻസിയും തങ്കപ്പനും അയ്യാപിള്ളയും മറ്റു സഹപ്രവർത്തകരുമെല്ലാം മൗനം തളർത്തുന്ന അനന്തൻ മാഷിന്റെ അറിയപ്പെടാത്ത രഹസ്യങ്ങൾക്കു വേണ്ടി കാതുകൂർപ്പിച്ചിരുന്നു. ചോദിച്ചത് മറ്റാരുമല്ല, അനന്തൻ മാഷിന്റെ പ്രിയപ്പെട്ടവൾ, മുൻ ജില്ലാ കളക്ടർ. കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് മുണ്ടിപക്ഷികൾ കൊക്കുരുമി നടക്കുന്ന കാഴ്ചയിൽ ഭൂതകാലത്തിന് ചിറകുകൾ വന്നതുപോലെ അവന് തോന്നി. അവന്റെ ചുണ്ടുകൾ ചലിച്ചു. പറയാം, നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാനത് പറയാം. എൻ്റെ ഗ്രാമം, വെള്ളരിപ്രാവിൻ്റെ നിഷ്കളങ്കത നിറഞ്ഞ പരസ്പര സ്നേഹത്തിൻ്റെ മാധുര്യമുറഞ്ഞ എൻ്റെ കൊച്ചു ഗ്രാമത്തിൽ ഞാൻ ഒറ്റപ്പെട്ട കഥ, എന്നെ ഒറ്റപ്പെടുത്തിയ കഥ. അവിടെയാണ് ഗംഗാപ്രസാദ് വളരുന്നത്. എൻ്റെ ഇല്ലത്തിൽ, ആ തൊടികളിൽ ചേച്ചിമാർക്കിടയിൽ കുഞ്ഞനിയനായി, അച്ഛനും അമ്മയ്ക്കും ഉണ്ണിക്കുട്ടനായി, കൂട്ടുകാർക്കിടയിൽ അനന്തുവായി, നാട്ടുകാർക്കിടയിൽ അനന്തപ്രഭയെന്ന AP മൂസതായി ഞാൻ പാറി നടന്നു. 25 വയസ്സുവരെ. പിന്നെ ഞാൻ കണ്ടത് ജയിലഴികൾ മാത്രം. അതിനുശേഷം നിങ്ങളോടൊത്ത് ഞാൻ സ്കൂളിലും കോളേജിലും സമർത്ഥനായി പഠിച്ചു. കവിതകൾ പാടി, കവിതകൾ എഴുതി, സൗഹൃദങ്ങൾ വളർത്തി, പത്രപ്രവർത്തകനായി. നാടുനീളെ നടന്ന് കവിയരങ്ങളിൽ കവിത ചൊല്ലി അരങ്ങ് രസിപ്പിച്ചു. അവരെന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അനന്തപ്രഭ AP മൂസതായി മാറി. പിന്നെയാണ് തുടക്കം. ഗംഗാപ്രസാദ്, എൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവ്, സൂര്യാദേവിയുടെ. അയാൾ അന്നും MLA, ഇന്നും അങ്ങനെ തന്നെ.
രാഷ്ട്രീയത്തിൽ ഉന്നതമായ സ്വാധീനം. പക്ഷേ അതിരുകടന്ന മോഹങ്ങൾ അയാളെ മത്തുപിടിപ്പിച്ചിരുന്നു. ഏറെ സ്വത്തുക്കളുണ്ടായിരുന്ന ഞങ്ങളുടെ ഇല്ലത്തിന്റെ ആസ്തി അയാൾ ആർത്തിയോടെ കണ്ടു. സ്വന്തം അനുജത്തിയെ കൂടി പാട്ടിലാക്കാൻ ശ്രമിച്ചു. അച്ഛൻ എതിർത്തു. വാർദ്ധക്യത്തിലേക്ക് ഊന്നിയിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും വാക്കുകൾ കൊണ്ട് എതിർക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ. ഒന്നും അറിയാതെ ഞാൻ നാടുകൾ അലഞ്ഞു, എൻ്റെ കാവ്യമഞ്ജരിയുമായി. ഒരു ദിവസം ഇല്ലത്ത് വന്നപ്പോൾ ഞാൻ അറിഞ്ഞു അതിരഹസ്യമായി ആ സംഭവങ്ങൾ. എന്നെ തളർത്തി, വിളറി പിടിപ്പിച്ചു. സ്വത്തവകാശത്തെ ചൊല്ലി തർക്കങ്ങൾ മൂർച്ഛിച്ചു. എനിക്ക് സ്വത്ത് വേണ്ടിയിട്ടല്ല, മറിച്ച് അയാളുടെ ദുഷ്ടലാക്കിനെ വകവരുത്താൻ. അയാൾ എല്ലാം സ്വന്തമാക്കി. അച്ഛനെയും അമ്മയെയും പഠിപ്പുരയ്ക്ക് വെളിയിൽ തള്ളാതിരിക്കാൻ ഞാൻ എതിർത്തു. അന്ന് വരെ ആ മുഖത്ത് നോക്കി മറുപടി പറയാൻ മടിച്ചിരുന്ന ഞാൻ ചിലതെല്ലാം പറഞ്ഞു. അതുകേട്ട് സഹോദരിമാർ അന്താളിച്ചു. അവരെൻ്റെ നേരെ പരുഷവാക്കുകൾ വാരിയെറിഞ്ഞു. ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ ഇല്ലപ്പടിക്ക് വെളിയിൽ അയൽക്കാരുടെ കണ്ണുകൾ നിറഞ്ഞു. അത്രയ്ക്ക് ഉയർന്ന ശബ്ദ കോലാഹലമായിരുന്നു അവിടെ. അച്ഛൻ സ്വത്ത് വീതിച്ചപ്പോൾ ഏറെ ഭാഗം എൻ്റെ പേരിൽ എഴുതി വെച്ചിരുന്നു. പെൺമക്കളുടെ നീക്കങ്ങൾ അച്ഛൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷെ ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. അയാൾ അറിഞ്ഞിരുന്നു. തിരുത്തി എഴുതാനുള്ള ശ്രമങ്ങൾക്ക് വേണ്ടിയാണ് രാഷ്ട്രീയ കളി പോലെ നാടകം നടത്തിയത്. മാറ്റി എഴുതിയില്ലെങ്കിൽ എഴുതിപ്പിക്കുമെന്ന് അയാൾ ഭീഷണി മുഴക്കി. അമർഷം പൂണ്ട ഞാൻ ചില പഴിവാക്കുകളിൽ കൂടി ശബ്ദമുയർത്തി. ഇല്ലത്തിന് അപമാനം വരുത്തിയാൽ എല്ലാറ്റിനെയും ചുട്ടുകരിക്കുമെന്ന്. അന്നത് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോയി. സ്വസ്ഥമായ ഒരു സ്ഥലം തേടി, മാനസിക സുഖം തേടി. എന്നാൽ ഒരു ദിവസം ആ സംഭവം കേട്ട് ഞാൻ നെട്ടിത്തരിച്ചു പോയി. എൻ്റെ ഇല്ലം, ഞാൻ നീന്തിയഴിഞ്ഞ് സ്നേഹിച്ച, എന്നെ തൊട്ടിലാട്ടിയ ഇല്ലം വെന്തു വെണ്ണീറായിരിക്കുന്നുവെന്ന്. ഒരു നിമിഷം നിന്നില്ല, ഞാൻ ഓടി. അവിടെ ചെന്നപ്പോൾ അറിഞ്ഞത് സത്യമായി. എനിക്ക് സഹിക്കാനായില്ല. ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തളർന്നിരുന്നു. ആ ചാമ്പൽക്കൂനയെ നോക്കി. അച്ഛനും അമ്മയും ഒരു സഹോദരിയും അവിടെ ചാരമായി. എൻ്റെ ഹൃദയം അതിവേഗം മിടിച്ചു. ആളുകൾ എന്നെ ഒരു ദുഷ്ടമൃഗത്തെ എന്ന പോലെ നോക്കി. ഗംഗാപ്രസാദും മൂത്ത സഹോദരിയും മാവിട്ട് കരയുന്നു. ആരിത് ചെയ്തുവെന്ന ചോദ്യം ഉയർന്നപ്പോൾ വിലങ്ങുകൾ എൻ്റെ കൈകളിൽ വീണു കഴിഞ്ഞിരുന്നു. കോടതിയിൽ വിധി എനിക്കെതിരായി. ഞാൻ ശിക്ഷിക്കപ്പെട്ടു, ജീവപര്യന്തം. പിന്നെ 8 വർഷത്തിന് ശേഷം നല്ല നടപ്പിൽ ഞാൻ പുറത്തു വന്നു. അന്നു മുതൽ ഞാൻ തീരുമാനിച്ചു, ഈ സമൂഹത്തിലെ ദുഷ്ടതയ്ക്കെതിരെ പോരാടണമെന്ന്. അങ്ങനെ നിർദോഷിയായ ഈ കലാകാരനെ വിപ്ലവകാരിയാക്കി മാറ്റി. അവൻ എൻ്റെ ശത്രുവായി, ഗംഗാപ്രസാദ്. പിരിമുറുക്കത്തിൻ്റെ ഞാണലുകൾ ആ കൊച്ചുമുറിയിൽ സ്വരഭേദങ്ങളായി വീണു. വീർപ്പടക്കി നിന്നവർ ദീർഘനിശ്വാസം ഉതിർത്തു. സുകന്യയുടെ കണ്ണുകളിൽ പ്രണയം. മറ്റു പലരിലും മൂകമായി സമയങ്ങൾ ഇഴഞ്ഞു നീങ്ങവേ ഒരു സദ്വാർത്ത പോലെ നാടെമ്പാടും മറ്റൊരു സംഭവം കൂടി ഊർന്നു വീണു. മുഖ്യമന്ത്രി രാജിവെച്ചു. അതോടൊപ്പം നിയമസഭ പിരിച്ചുവിടാൻ ഗവർണറോട് ശുപാർശയും ചെയ്തു. വൈകാതെ തന്നെ ഗവർണർ നിയമസഭ പിരിച്ചുവിട്ടുകൊണ്ട് വിജ്ഞാപനവും പുറപ്പെടുവിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. ആഗസ്റ്റ് ആദ്യവാരം തിരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനമായി. നാളെ മുതൽ പത്രിക സമർപ്പണം തുടങ്ങും. ഭരണപക്ഷത്തിരുന്നവരും പ്രതിപക്ഷത്തിരുന്നവരും പുതിയ അംഗത്തിനു വേണ്ടി ചുവടുകൾ വെച്ചു. തിരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങാൻ അവകാശ സംരക്ഷണ മുന്നണിയും തീരുമാനിച്ചു. ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ അധികാരം വേണം. സ്വാശ്രയ ഭൂമി, സ്വാശ്രയ ജീവിതം, ജാതിമത വർഗീയ ചിന്തകളില്ലാതെ, സ്വാർത്ഥമോഹങ്ങളില്ലാത്ത സ്ഥിതി വരണമെങ്കിൽ അധികാരം വേണം. അധികാരത്തിലൂടെയേ അതിന് അംഗീകാരം കിട്ടൂ. ജീവിക്കാനുള്ള സൗകര്യം, അവകാശം എല്ലാവരിലും എത്തിക്കണമെങ്കിൽ, സ്വന്തം കഴിവുകൾ മറന്ന് അന്യന്റെ കഴിവുകളെ പാടിപ്പുകഴ്ത്തുന്ന നയം മാറ്റണമെങ്കിൽ അധികാരം വേണം. ഇതായിരുന്നു ഈ മുന്നണിയുടെ തീരുമാനം. സംസ്ഥാനത്തെ ഈർച്ചമിൽ തൊഴിലാളികളിൽ സാമാന്യ വിദ്യാഭ്യാസമുള്ള ചുറുചുറുക്കുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തി. അനന്തനും അബുവും ജാൻസിയും സുകന്യയും അയ്യാപിള്ളയും എല്ലാമുള്ള ഒരു പാനൽ തന്നെ മുന്നണി തയ്യാറാക്കി. പ്രതിപക്ഷത്തുണ്ടായിരുന്ന പല നേതാക്കന്മാരും അലയൻസിന് വേണ്ടി സമീപിച്ചു. അവകാശ മുന്നണിയുടെ ഇപ്പോഴത്തെ ജനസ്വാധീനം അവർ ശരിക്കും മനസ്സിലാക്കി. ഒരേ വികാരമുള്ളവരുടെ വോട്ടുകൾ ഛിന്ന ഭിന്നമാക്കി. വീണ്ടും മറ്റവർ ന്യൂനപക്ഷ വോട്ട് നേടി അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയായിരുന്നു ആ ശ്രമം. പക്ഷേ ആ അഭിപ്രായത്തോട് യോജിക്കാൻ മുന്നണി പ്രവർത്തകർ സമ്മതിച്ചില്ല. അബുവും അയ്യാപിള്ളയും ശക്തമായി എതിർത്തു. അനന്തൻ അവരുടെ അഭിപ്രായത്തിന് എതിര് നിന്നില്ല. ജനം അറിയുന്നെങ്കിൽ നമ്മൾ ജയിക്കും, ഇല്ലെങ്കിൽ തോൽക്കും. ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. പ്രചാരണം ചുരുങ്ങിയ രീതിയിൽ വീടുവീടാന്തരം കയറിയിറങ്ങി നടത്തും. പണച്ചെലവ് കുറയ്ക്കും. മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിന് അനന്തനെ തന്നെ ചുമതല ഏൽപ്പിച്ചു. ഇതിനെല്ലാം ഉപരി മുന്നണിയുടെ വിജയം മറ്റൊന്നായിരുന്നു. മേഴ്സിക്കുട്ടി കൊലക്കേസ് CBI ഏറ്റെടുത്തത് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പായിരുന്നു. ആ വാർത്തയും ചേലപ്പുഴയെ പുളകമണിയിച്ചു. എങ്കിലും ആ അറിയിപ്പ് അനന്തന് ആഹ്ലാദമായിരുന്നില്ല, ആശ്വാസം മാത്രം.
ജീവിതത്തിന്റെ നല്ല കാലത്ത് പൊലിഞ്ഞുപോയ ആ സഹോദരിയെ തിരിച്ചു നൽകാൻ ഒരു നിയമത്തിനും ഭരണത്തിനും കഴിയില്ല. എന്നാലും ഒന്നുണ്ട്, ചെയ്ത കുറ്റത്തിന് തക്ക ശിക്ഷ ഉണ്ടാകണം. എന്തും ചെയ്യാം. ലഘൂകരിക്കപ്പെട്ട നിയമവ്യവസ്ഥിതിയാണ് ഇവിടെയുള്ളത്. ഈ പരിതസ്ഥിതിയിൽ സാമൂഹ്യദ്രോഹികൾക്ക് കൊഴുത്തു വീർക്കാം. സുകന്യ പറഞ്ഞത് വാസ്തവമെങ്കിൽ തന്റെ മുന്നേറ്റത്തിന് ശക്തി കൂടും. ഈ ദുരന്തങ്ങൾക്ക് കാരണക്കാരനായ അവന്റെ കയ്യിൽ വിലങ്ങ് വീഴും. വരുംകാലം ഗംഗാപ്രസാദിന് മറുപടി കൊടുക്കും. അനന്തന്റെ മനസ്സ് അങ്ങനെ പ്രത്യാശിച്ചു. ഈ സമയം വിഷ്ണുമംഗലത്തിന്റെ ഡ്രോയിങ് റൂമിൽ അക്ഷമനായി ആരെയോ പ്രതീക്ഷിച്ച് ഗംഗാപ്രസാദ് ഉലാത്തിക്കൊണ്ടിരുന്നു. മുഖ്യമന്ത്രിയുടെ നടപടിയിൽ അവൻ അമർഷം കൊണ്ടു. അദ്ദേഹത്തെ എന്നും താങ്ങി നിർത്തുകയും സ്നേഹിക്കുകയും ചെയ്ത തന്നെ അവസാന നിമിഷം തള്ളിപ്പറഞ്ഞതിൽ വേദനയുണ്ട്. ഈ അവസ്ഥയിൽ ഏറ്റവും ചുഴിയിൽപ്പെട്ട് ഉലയുന്നത് താനായിരിക്കും. കഴിഞ്ഞകാല ചെയ്തികളുടെ തനി നിറം പുറത്താകും. വിശ്വസിച്ചവരെല്ലാം ക്രമേണ കാലുമാറാൻ ശ്രമിക്കുന്നു. അനന്തന്റെ കേസും മേഴ്സിക്കുട്ടി കേസും തന്റെ തലയ്ക്കുള്ളിൽ ആരവം മുഴക്കുന്നു. പിന്നെ കൂപ്പുതടി ലേലത്തിലെ കൃത്രിമം. എല്ലാ രഹസ്യങ്ങളും പുറത്തു ചാടും. ഇപ്പോൾ എങ്ങനെയും പിടിച്ചു നിൽക്കാൻ കഴിയണം. കഴിഞ്ഞില്ലെങ്കിൽ ജയിലഴികളിൽ കുരുങ്ങും. പണിക്കർ വിശ്വസ്തനാണെങ്കിലും അയാളും ചുവട് മാറ്റുന്നുണ്ട്. പിന്നെ അച്ചായൻ, അയാൾക്ക് അങ്ങനെ പെട്ടെന്നൂരാൻ പറ്റില്ല. അയാളെ രാവിലെ തന്നെ വിവരങ്ങൾ അറിയിച്ചതാണ്. ഇതുവരെ എത്തിയിട്ടില്ല. അനന്തു പടക്കളത്തിൽ ശക്തി സംഭരിച്ചിരിക്കുന്നു. അവൻ വെറുതെ ഇരിക്കില്ല. അവസരത്തിനൊത്ത് ഉയരും. അവനെ ഒതുക്കിയില്ലെങ്കിൽ ഗംഗാപ്രസാദിന്റെ മനസ്സ് നിലയ്ക്കാത്ത പ്രവാഹം പോലെ സ്വയം വിമർശനം നടത്തിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ഒരു വെള്ളക്കാർ പോർച്ചിൽ വന്നു നിന്നത്. അതിൽ നിന്നും അച്ചായൻ ഇറങ്ങി. വളരെ ധൃതിയിലാണ് അകത്തേക്ക് കടന്നത്. ഗംഗാപ്രസാദ് അച്ചായനെ നന്നേ വീക്ഷിച്ചു. തികച്ചും പരവശനായാണ് കണ്ടത്. ഉദ്ദേശിച്ച കാര്യം ഫലിച്ചില്ലെന്ന് തോന്നുന്നു. അച്ചായനും ഗംഗാപ്രസാദും കുഷ്യൻ സെറ്റിയിൽ മുഖാമുഖം ഇരുന്നു. എന്താ കാര്യങ്ങളുടെ ഗതി എങ്ങനെ? ഗംഗാപ്രസാദ് ചോദിച്ചു. അയാൾ നിസ്സഹായനായി കൈമലർത്തി. അച്ചായൻ പറഞ്ഞു, റാസ്കൽ, അവനെയൊക്കെ നിലനിർത്താൻ ഞാൻ എന്ത് പണിയെടുത്തു. പ്രൊമോഷൻ വേണമെന്ന് പറയുമ്പോൾ പ്രൊമോഷൻ, അങ്ങനെ മറ്റു പലതും. DGP, അതിന്റെ മഹത്വം അവനറിയുമോ? എനിക്കൊരു വീഴ്ച വന്നപ്പോൾ ഒരുത്തനുമില്ല. എല്ലാറ്റിനെയും ഞാൻ. പണിക്കിനെന്ത് പറഞ്ഞു? അയാൾ MLA ക്വാർട്ടേഴ്സിലേക്ക് പോയി. ഓഹോ, പുതിയ ലാവണം തേടുകയായിരിക്കും. ഞാൻ കുടുങ്ങിയാൽ അവനെയും കൊടുക്കും. അവന്റെ സ്വന്തക്കാരനല്ലേ DGP. എന്നിട്ട് പോലും ഒരു വാക്കുരിയാടുന്നില്ല. നേരിട്ട് ഫോണിൽ കിട്ടാഞ്ഞിട്ടാണ് തന്നെ വിട്ടത്. എന്നിട്ടും ഇനി ഞാൻ നേരിൽ ചെല്ലണമായിരിക്കും. ഗംഗാപ്രസാദ് പുച്ഛമായി മൂളി നിർത്തി. 2 കേസും വളരെ ധൃതിയിൽ നമുക്ക് നേരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്, അച്ചായൻ സൂചിപ്പിച്ചു. താനൊന്ന് ഒതുക്കി പറ. അകത്ത് സൂര്യാദേവിയുണ്ട്. ശ്രീമതി അറിഞ്ഞാൽ ആകെ പ്രശ്നമാ. ഒരു രാഷ്ട്രീയക്കാരന്റെ ഭാര്യയാണെങ്കിലും രാഷ്ട്രീയ കളികൾ അധികം അറിയാത്തവളാണ്. കൂടാതെ ഇവിടെ എല്ലാം വേറെ ചാരന്മാരും കാണും. അകത്തു നിന്നും കേട്ടറിഞ്ഞിട്ടെന്തോ സൂര്യാദേവി ഡ്രോയിങ് റൂമിലേക്ക് വന്നു. അച്ചായന്റെ ശബ്ദം കേട്ടു. അതുകൊണ്ട് വന്നതാ, വന്നപാടെ പറഞ്ഞു. ഭരണമെല്ലാം പോയല്ലോ അച്ചായ? സൂര്യാദേവിയുടെ ചോദ്യം കേട്ടപ്പോൾ മുഖത്ത് മറിഞ്ഞിരുന്ന നാണം പുറത്തായി. എന്താണ് സൂര്യെ, രാഷ്ട്രീയമല്ലേ, വരികയും പോവുകയും ചെയ്യും അല്ലേ അച്ചായ? ഗംഗാപ്രസാദ് കൗശലത്തോടെ പറഞ്ഞു. ഭരിക്കാൻ അറിയാത്തവർ പുറത്തുപോയി, അച്ചായനും കൂട്ടിച്ചേർത്തു. സൂര്യ, ഞങ്ങൾക്ക് അല്പം ബിസിനസ് കാര്യം സംസാരിക്കാനുണ്ട്. ഒഴിവായി തരുന്നതിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ. ഗംഗാപ്രസാദിന്റെ നയപരമായ ഒരു സമീപനമായിരുന്നു അത്. ആയിക്കോട്ടെ, ഞാൻ പോയേക്കാം. നിഷ്കളങ്കമായി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ കടന്നുപോയി. രണ്ടുപേരും ആ പോക്ക് ശ്രദ്ധിച്ചു. അച്ചായന് അവരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് അസൂയ തോന്നി. ശോശാമ്മയ്ക്ക് എന്താണ് താൻ മനസമാധാനം കൊടുത്തിട്ടുള്ളത്? അവൾ ശരിക്കും ഉറങ്ങിയിട്ട് എത്ര നാളായി കാണും? പണവും അത് കൊയ്യാനുള്ള ആവേശവും കാരണം പലതും മറന്നുപോയി. ഇല്ല, ഇനിയെങ്കിലും അവൾക്ക് അല്പം മനസമാധാനം കൊടുക്കണം. ഒന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട. അച്ചായൻ ദിവാസ്വപ്നം കണ്ടു. എന്താടോ, സ്വപ്നം കാണുകയാണോ? കഴുത്തിൽ കുരുക്ക് വീണ് കിടക്കുമ്പോഴാ സ്വപ്നം. ഗംഗാപ്രസാദ് തട്ടി ഉണർത്തിയപ്പോഴാണ് അയാൾക്ക് സ്ഥലകാലബോധം വന്നത്. എടോ, താൻ എനിക്ക് ഒരു വലിയ സഹായം കൂടി ചെയ്തു തരണം. ഏതായാലും മരണക്കുഴി തോണ്ടുകയാ. അത് കേട്ട് അച്ചായൻ മിഴിച്ചിരുന്നു. ഇനി എന്ത്? മുഖവിരയില്ലാതെ ഗംഗാപ്രസാദ് തുടർന്നു. അനന്തൻ ആരാണെന്നാ തന്റെ വിചാരം? എൻ്റെ അളിയൻ, സൂര്യാദേവിയുടെ സഹോദരൻ. പക്ഷേ എൻ്റെ ശത്രു. അവൻ വളരുന്നത് എൻ്റെ ഓരോ ചലനങ്ങൾക്കും അപകടമാണ്. അതുകൊണ്ട് എന്നെ സഹായിക്കണം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് അവനിൽ നിന്നും ചിലത് നേടണം. എന്താണെന്നായിരിക്കും? ഒരു വലിയ സ്വത്ത് സഹോദരങ്ങളുടെ ഉൾപ്പെടെ അവൻ അടക്കി വെച്ചിരിക്കുന്നു. അതെനിക്ക് കിട്ടണം. അതിന് ഒരു രേഖ ചമയ്ക്കണം. അതിനുശേഷം. ഗംഗാപ്രസാദ് ഇരുത്തി ചിരിച്ചു. ഇനിയും വലിയൊരു പ്രശ്നത്തിലേക്ക് പോകണോ? അച്ചായൻ ശാന്തനായി ചോദിച്ചു. പ്രശ്നമോ? എന്ത്?
ശിക്ഷ എന്തായാലും ഒന്നിച്ചനുഭവിക്കണം. അപ്പോൾ ഇതും കൂടിയാവാം. അതിനിപ്പോ എൻ്റെ സഹായം എങ്ങനെയാണ്? അവനെ കിഡ്നാപ്പ് ചെയ്യണം. അതിനുള്ള സൗകര്യം താങ്കൾ ചെയ്യണം. എപ്പോൾ? നാളെ. നാളെ പത്രിക സമർപ്പിക്കുന്ന ദിവസമാണല്ലോ. ഒരുപക്ഷെ അവരെത്തും. ഭരണാധികാരിയുടെ അരികിൽ നിന്നും മടങ്ങുമ്പോൾ വൈകും. വൈകിക്കാനുള്ള ശ്രമം ഞാൻ ചെയ്തു കൊള്ളാം. ആ മടക്കസന്ധിയിൽ എല്ലാം ശരിയായിരിക്കണം. അതിന് നേതൃത്വം അച്ചായൻ തന്നെ കൊടുക്കണം. ഇത്രയും പറഞ്ഞിട്ട് എഴുന്നേറ്റ് അച്ചായൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വേണ്ടപ്പെട്ടവരെ കണ്ടുകൊള്ളാം. ഗംഗാപ്രസാദ് അങ്ങനെയും കൂടി പറഞ്ഞു വെച്ചു. CBIയുടെ നീക്കത്തെ തടഞ്ഞേ പറ്റൂ. അച്ചായൻ സൂചിപ്പിച്ചപ്പോൾ ഉരുളി ചെന്ന് മദ്ദളത്തോട് കഥ പറയുന്നത് പോലെ തോന്നി. ഗംഗാപ്രസാദ് തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. അച്ചായൻ പോകാനായൊരുങ്ങി. നടന്ന് പുറത്തു വന്ന് കാറിൽ കയറി. അത് ഫസ്റ്റ് ഗിയറിൽ മുന്നോട്ട് കുതിച്ചു. എന്നാൽ അകത്ത് തകർന്നടിയുന്ന ഒരു വിഗ്രഹം തേങ്ങി. സൂര്യാദേവി. അവൾ എല്ലാം ശ്രദ്ധിച്ചിരുന്നു. തൻ്റെ കുഞ്ഞാങ്ങളയെ വധിക്കാൻ ഗൂഢശ്രമം നടത്തുന്നു. കുഞ്ഞുനാളിൽ ഈ കൈത്തണ്ടയിൽ കിടത്തി താരാട്ടുപാടി ഓമനിച്ച് വളർത്തിയ തൻ്റെ കുഞ്ഞാങ്ങള. ഇല്ല, അത് പറ്റില്ല. എൻ്റെ ഉണ്ണിയെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഇത്രയും നാൾ സഹിച്ചു. പക്ഷേ അവനെ വിവരം എങ്ങനെ അറിയിപ്പിക്കും? എവിടെയാണ് താമസം? പുറത്തിറങ്ങിയാൽ അദ്ദേഹം തന്നെ ശ്രദ്ധിക്കുമായിരിക്കും. ഒരു വഴിയും കാണാതെ അവൾ കുഴങ്ങി. അടുത്ത ദിവസം തിരഞ്ഞെടുപ്പിൽ നിൽക്കാൻ പത്രിക കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം നിന്നവരും പുതിയവരുമായ സ്ഥാനാർത്ഥികൾ എല്ലാ പക്ഷത്തു നിന്നും ഭരണാധികാരിയുടെ ഓഫീസിലേക്ക് നീങ്ങി. പത്രികകൾ സമർപ്പിച്ചു തുടങ്ങി. മുല്ലക്കാട്ട് നിന്ന് മത്സരിക്കാൻ അനന്തനും തീരുമാനിച്ചു. ഗംഗാപ്രസാദിനെ നേരിടുക തന്നെ. മുന്നണിയിലെ പലരും സംസ്ഥാനത്തിന്റെ പല നിയോജക മണ്ഡലങ്ങളിൽ പത്രിക കൊടുത്തു. സമയം സന്ധ്യയോടടുത്തു. കണ്ണാടിക്കവലയിൽ നിന്നും ഒരു പോലീസ് ജീപ്പ് പടിഞ്ഞാറോട്ട് മെറ്റൽ വഴിയിലേക്ക് തിരിഞ്ഞു. കവലയിൽ കൂടിയവർ അത് ശ്രദ്ധിച്ചു. പലർക്കും സംശയമായി. ജീപ്പ് മുന്നോട്ടോടി. സ്ലോ ചെയ്ത് വലത്ത് തിരിച്ച് മൺപാതയിലൂടെ നീങ്ങി. ആൾക്കാർ അതിന്റെ പിന്നാലെ ഓടി. ജീപ്പ് മാളികയിലെ ഗേറ്റ് കടന്ന് കൊക്കോ തോട്ടത്തിനിടയിലെ വഴിയിലൂടെ വീട്ടുമുറ്റത്തെത്തി നിന്നു. ശബ്ദം കേട്ട് തുറന്നിട്ട ജനൽ വഴി നോക്കിയ ശോശാമ്മ കുഞ്ഞമ്മയും ഷീബയും അന്താളിച്ചു. പോലീസുകാർ ഇറങ്ങി. ഇൻസ്പെക്ടർ സിറ്റൗട്ടിലേക്ക് കടന്നു. കതക് പാളി തുറന്ന് ഭയത്തോടെ ഷീബ അവരെ നോക്കി. പിന്നിൽ ശോശാമ്മ കുഞ്ഞമ്മ വാടി തളർന്നു നിന്നു. മിസ്റ്റർ ജേക്കബ് എവിടെ? ഷീബ ഒന്ന് പരിങ്ങി. ഇൻസ്പെക്ടർ ശബ്ദമുയർത്തി. ചോദിച്ചത് കേട്ടില്ലേ? ഉറക്കത്തിൽ നിന്നുണർന്ന പോലെ അവൾ പറഞ്ഞു. അകത്തുണ്ട്, സുഖമില്ല. പോലീസുകാർ അകത്തേക്ക് കടന്നു. അതിനിടയിൽ ഇൻസ്പെക്ടർ ഷീബയോടായി പറഞ്ഞു. ആ അസുഖത്തിന് ചികിത്സിക്കാനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇത് കേട്ടുകൊണ്ട് അകത്തെ മുറിയിൽ നിന്നും അച്ചായൻ ഇറങ്ങി വന്നു. ഒരു ഭാവമാറ്റവുമില്ലാതെ ചിരിച്ചുകൊണ്ട് അവരെ സമീപിച്ചു. ഇതെല്ലാം കാണാനുള്ള ആവേശത്തോടെ പുറത്ത് ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു. നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, ഇൻസ്പെക്ടർ അറിയിച്ചു. പ്രതീക്ഷിച്ചു, അച്ചായൻ പറഞ്ഞു. ശോശമ്മ കുഞ്ഞമ്മ ബോധം കെട്ടു വീണു. ഷീബ അമ്മയെ താങ്ങാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. അവൾ ശബ്ദം നഷ്ടപ്പെട്ടവളെ പോലെ പപ്പയെ നോക്കി. അച്ചായൻ ഇൻസ്പെക്ടറോട് പറഞ്ഞു, പോകാം. തിരിഞ്ഞ് ഷീബയെ നോക്കി. മോളെ, കഥ കടച്ചോളൂ. അവൾ വാ പൊത്തിക്കരയുമ്പോൾ ജേക്കബ് അച്ചായൻ സിറ്റ് ഔട്ട് കടന്ന് ജീപ്പിൽ കയറി. ജീപ്പ് ഗേറ്റ് കടക്കുമ്പോൾ ഗേറ്റിൽ കൂടി ആളുകൾ കൂവി വിളിച്ചു. പെട്ടെന്ന് ഈ വിവരം പാറക്കുഴിയിലും എത്തി. അറിഞ്ഞ മാത്രയിൽ മറിയാമ്മ ചേട്ടത്തി കണ്ണുകൾ മേൽപോട്ടുയർത്തി നെടുവീർപ്പിട്ടു. എൻ്റെ ഈശോയെ, എൻ്റെ മോൾ. അങ്ങനെ പറഞ്ഞുപോയി. അനന്തൻ വരണാധികാരിയുടെ ഓഫീസിൽ നിന്നും മടങ്ങി. കൂട്ടത്തിൽ തങ്കപ്പനും ഉണ്ടായിരുന്നു. അവർ പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് കടക്കുന്ന ഇടവഴിയിലൂടെ നീങ്ങി. നേരം ഇരുട്ടിത്തുടങ്ങിയിരുന്നു. അധികം ആൾ സഞ്ചാരമില്ലാത്ത റോഡായതുകൊണ്ട് അവർ വേഗം നടന്നു. പെട്ടെന്ന് അത് സംഭവിച്ചു. അനന്തനും തങ്കപ്പനും തലയ്ക്ക് കൈകുത്തി പിന്നോക്കം മലർന്നു. അനന്തനെയും തങ്കപ്പനെയും അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയെന്നുള്ള വാർത്ത കാട്ടുതീ പോലെ പടർന്നു. അറിഞ്ഞവർ ആവേശത്തോടെ എല്ലായിടത്തേക്കും പാഞ്ഞു. പോലീസും സജീവമായി. സഹപ്രവർത്തകർ ദൂരങ്ങളിൽ നിന്ന് പെട്ടെന്ന് കണ്ണാടിക്കവലയിലെത്തി. സ്ത്രീകൾ വാവിട്ട് കരഞ്ഞു. അനന്തന്റെ അകലം അവർക്ക് നൊമ്പരമായി. രാത്രി മുഴുവൻ തിരഞ്ഞു, കണ്ടെത്താനായില്ല. കണ്ടവരും ആരുമില്ല. പിറ്റേ ദിവസത്തെ പത്രത്തിൽ ചൂടുള്ള വാർത്തയായി. സ്ഥാനാർത്ഥിയെയും കൂട്ടുകാരനെയും തട്ടിക്കൊണ്ടുപോയി. ആ വാർത്ത കണ്ട സൂര്യാദേവി ഞെട്ടി. അതും സംഭവിച്ചു. അവളുടെ ശരീരം തളരുന്നു, വിറയ്ക്കുന്നു. എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ല. മനസ്സ് തേങ്ങുന്നു. എൻ്റെ ഉണ്ണി, എൻ്റെ ഉണ്ണിയെ അവർ കൊല്ലും. അരുതേ, എൻ്റെ ഉണ്ണിയെ കൊല്ലരുതേ. എന്തോ ഉണർവ് കിട്ടിയതുപോലെ അവൾ ചാടി എണീറ്റു. വളരെ ധൃതിയിൽ അകത്തേക്ക് പോയി. ഉടൻ തന്നെ തിരിച്ചു വന്നു. മറ്റൊന്നും ആലോചിക്കാതെ കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പാഞ്ഞു. അപ്പോൾ അകലെ തമ്പ്രാൻ മലയുടെ നെറുകയിൽ കൊക്കയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു വലിയ മരത്തിന്റെ കൊമ്പിൽ
കെട്ടിത്തൂക്കി നിർത്തിയിരിക്കുകയായിരുന്നു അവരെ, അനന്തനെയും തങ്കപ്പനെയും. ഏതു നിമിഷവും ഗംഗാപ്രസാദിന് അതൃപ്തി തോന്നിയാൽ താഴെ കൊക്കയിൽ വീണ് അവർ പിടഞ്ഞു മരിക്കും. മരത്തിന്റെ ഒരു ഭാഗത്ത് വലിച്ചു മുറുക്കി കെട്ടിയിരിക്കുന്ന കയർ നിയന്ത്രിക്കാൻ അനുയായികളിൽ ഒരാൾ കാത്തുനിന്നിരുന്നു. മറ്റുള്ളവർ കാവൽക്കാരായി കവാത്തു നടത്തുന്നു. ഒരു ഉരുളൻ പാറക്കല്ലിൽ കയറിയിരുന്നു കൊണ്ട് ഗംഗാപ്രസാദ് ആവശ്യപ്പെട്ടു, ഉണ്ണി, നമ്മൾ മറ്റാരുമല്ല, അളിയനും അളിയനും. നമ്മൾ ഒന്നിച്ചു നിന്നാ പലതും നേടാം. അകന്നു നിന്നാലോ ഏറ്റുമുട്ടി മരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്കായിട്ടുള്ള സ്വത്ത് ഉണ്ണി ഈ രേഖയിൽ ഒപ്പിട്ട് തരുന്നതോടുകൂടി സ്വന്തമാകും. അപ്പോൾ നമ്മൾ തമ്മിലുള്ള പ്രശ്നവും തീരും. കൃത്രിമമായ ഒരു ചിരിയും പാസാക്കി. ഇല്ല, തീരില്ല. ഞാൻ മരിച്ചാലും തീരില്ല. സ്വപ്നം കാണുവാനേ കഴിയൂ. 1 സെന്റ് ഭൂമി ഞാൻ തരില്ല, അനന്തം പറഞ്ഞു. ഗംഗാപ്രസാദ് അട്ടഹസിച്ചു. അതിന്റെ മുഴക്കം താഴ്വാരത്തിൽ പ്രതിധ്വനിച്ചു. പിടിവാശി കൊള്ളാം, എങ്കിലും അല്പം കാരുണ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അതെനിക്കറിയാം. അതിപ്പോൾ കിട്ടിയ ഞാൻ സന്തോഷവനായി. ഉണ്ണി, ഇടൂ, ദാ ഇവിടെ ഒരൊപ്പ്. അവന്റെ അരികിലേക്ക് നടന്നെടുത്തു. അപ്പോൾ അനന്തൻ കൈ ഉയർത്തി വീശി. പെട്ടെന്നാണ് കയർ ഊർന്നിറങ്ങിയത്. ഗംഗാപ്രസാദ് കണ്ണുയർത്തി നോക്കിയപ്പോൾ അനുയായി കയർ വിളിച്ചു. ഒരു പ്രാവശ്യം കൂടി അയാൾ ആവശ്യപ്പെട്ടു. അനന്തൻ മൗനമായി. പക്ഷേ പാവം തങ്കപ്പൻ തന്നോടൊപ്പം എന്തിന് ഈ ജീവത്യാഗം നടത്തുന്നു എന്ന് ആലോചിച്ചപ്പോൾ സഹതാപം തോന്നി, വേദനയായി. എങ്കിലും കീഴടങ്ങാനുള്ള ഒരു മനസ്ഥിതി ഇല്ലായിരുന്നു. വീണ്ടും വീണ്ടും അയാൾ ആവശ്യപ്പെട്ടു. അനന്തൻ മൗനം തന്നെ. ഗംഗാപ്രസാദ് അനുയായിയെ കണ്ണു കാണിച്ചു. ആ ഞൊടിയിടയ്ക്കുള്ളിൽ അത് സംഭവിച്ചു. മത്തായിയുടെ ഊക്കനടിയുടെ ആഘാതത്തിൽ അനുയായി തെറിച്ചു വീണു. പെട്ടെന്ന് ഊർന്നിറങ്ങിയ കയർ മരത്തിൽ വലിച്ചു മുറുക്കി കെട്ടി. ഈ സമയം അബുവും അയ്യാപിള്ളയും എൽദോയും കുമാരുമെല്ലാം തെറിച്ചു വീണു. അവരും ഗോദായിലിറങ്ങി. അബുവിന്റെ ഒറ്റ തൊഴിക്ക് ഗംഗാപ്രസാദ് തകിടം മറിഞ്ഞു വീണു. അത് കണ്ട് മറ്റനുയായികൾ നേരിട്ടു. അവനെ കുമാരുവും അയ്യാപിള്ളയും എൽദോയും ശരിക്കു പെരുമാറി. ഒരുത്തൻ എങ്ങനെയോ കയറിന്റെ കെട്ടഴിച്ചു. അപ്പോഴായിരുന്നു ആ അലർച്ച. കുമാരു അവന്റെ മേലെ കുതിച്ചു ചാടി. ആദ്യം ഊർന്ന കയറിൽ ചാടി പിടിച്ചു. പിന്നെ അവനെ പിടിച്ചു പൊക്കിയെറിഞ്ഞു. അവിടം ഒരു യുദ്ധക്കളമായി മാറി. പൊരിഞ്ഞ പോരാട്ടം. മലയിടുക്കുകൾ വിറച്ചു. അവസാനം ഗംഗാപ്രസാദിനെയും സംഘത്തിനെയും പിടിച്ചു കെട്ടി. അനന്തനെയും തങ്കപ്പനെയും മോചിപ്പിച്ചു. അധികം താമസിയാതെ പോലീസും എത്തി. അവരെ കസ്റ്റഡിയിലെടുത്തു. മാവേലി നാടിന്റെ മഹത്വത്തിൽ ഊറ്റം കൊണ്ട് ആഗസ്റ്റ് മാസം പിറന്നു വീണു. തിരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അവകാശ സംരക്ഷണ മുന്നണി വിജയിച്ചു. അനന്തൻ മുള്ളിയൂർക്കാട്ടിൽ നിന്നും ഗംഗാപ്രസാദിനെ വളരെ പിന്നിലാക്കിക്കൊണ്ട് മുന്നേറിയിരിക്കുന്നു. തോറ്റവരിൽ മുൻ മുഖ്യമന്ത്രിയും പെടുന്നു. സുകന്യയും അബുവും ജാൻസിയും അയ്യാപിള്ളയും എല്ലാം ജയിച്ചു. നാട് ആനന്ദ നൃത്തത്തിൽ ആറാടി. പുതിയ മന്ത്രിസഭ നിലവിൽ വന്നു. മുഖ്യമന്ത്രിയായി അനന്തപ്രഭ തിരഞ്ഞെടുക്കപ്പെട്ടു. നിരവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ജനപ്രതിനിധികൾ നാട്ടിലൂടെ സഞ്ചരിച്ചു. എന്നാൽ ചേലപ്പുഴയിൽ അതിഗംഭീരമായ ഒരു സ്വീകരണമാണ് ഒരുക്കിയിരുന്നത്. അവകാശ സംരക്ഷണ മുന്നണിയിലെ നിയമസഭാംഗങ്ങൾക്കെല്ലാം ഒരുമിച്ചൊരു സ്വീകരണം. ആ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി മുഖ്യമന്ത്രി യാത്ര തിരിച്ചു. അകമ്പടി സേനയില്ലാതെ. കണ്ണാടിക്കവല കൊടിതോരണങ്ങൾ കൊണ്ട് വർണ്ണപ്രപഞ്ചം സൃഷ്ടിച്ചു. ആഹ്ലാദ പ്രകടനങ്ങളുടെ ആരവങ്ങൾ നിലയ്ക്കാതെയായി. നാടിന്റെ പൊന്നോമന പുത്രന്റെ ആഗമനത്തിനായി അവർ കാതോർത്തു. ഈർച്ചമിൽ തൊഴിലാളികളും ഓട്ടോ തൊഴിലാളികളും മറ്റെല്ലാ തൊഴിൽ മേഖലയിലുള്ളവരും നാട്ടുകാരും അവിടെ തിങ്ങി നിറഞ്ഞു. മറിയാമ്മച്ചേട്ടത്തിയും യശോധരയും നബീസയും കുട്ടികളും മനുവും രേവതിയും എല്ലാം അവിടെ നടക്കുന്ന എല്ലാ കാഴ്ചകളും കൺകുളിർക്ക് കണ്ടുകൊണ്ട് പൂമാലകളുമായി കാത്തുനിന്നു. ജയദേവനും യൂജിനും അരുന്ധതിയും ശ്രദ്ധിക്കപ്പെട്ടു. വെള്ളത്താമര പോലെ മന്ദസ്മിതം തൂകി ബൊക്കയുമായി നിൽക്കുന്ന മാളികയിലെ ഷീബയെ. സർക്കാരിന്റെ കൊടിവെച്ച വാഹനത്തിൽ മുഖ്യമന്ത്രി കണ്ണാടിക്കവലയിലെത്തി. ആർപ്പുവിളികളും മുദ്രാവാക്യങ്ങളും ഉയർന്നു. മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും ആവേശത്തോടെ നോക്കി. ക്രമമായി അവരെ ഓരോരുത്തരെയും ജനങ്ങൾ മാലയണിച്ചു. മറിയാമ്മച്ചേട്ടത്തി അനന്തനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അവൻ അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. അപ്പോൾ അവിടെ കണ്ടുനിന്നവരുടെ കണ്ണുകൾ ഈറനായി. ഷീബ കടന്നു വന്നപ്പോൾ അനന്തൻ ഒരു നിമിഷം അവളെ നോക്കി പുഞ്ചിരിച്ചു. യോഗം ആരംഭിച്ചു. തങ്കപ്പൻ സ്വാഗത പ്രസംഗത്തിന് ശേഷം മുഖ്യമന്ത്രിയെ സംസാരിക്കുവാൻ ക്ഷണിച്ചു. അനന്തൻ എഴുന്നേറ്റു. ആ മഹാസദസ്സിനെ നോക്കി അഭിമാന പുരസ്സരത്തോടെ നെടുവീർപ്പിട്ടു. പ്രിയമുള്ള തൊഴിലാളി സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, എന്നും നിങ്ങളോടൊത്ത് നിങ്ങൾക്ക് വേണ്ടി ജീവിതത്തിന്റെ പ്രഭാതങ്ങൾ നഷ്ടപ്പെടുത്തിയ നിങ്ങളുടെ കൂട്ടുകാരൻ ജെയിംസിനെ ഒരു നിമിഷം ഓർത്തുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ അപ്രതീക്ഷിത വിജയമാണ് നേടിയിരിക്കുന്നത്. ഈ വിജയത്തിൽ മതിമറക്കരുത്. പക്ഷേ ആഹ്ലാദിക്കാം. നിങ്ങളുടെ പ്രതീക്ഷകൾ ഇവിടെ പൂവണിയുകയാണ്. ധർമ്മം അധർമ്മത്തെ വേട്ടയാടി വിജയിച്ചിരിക്കുകയാണ്. ആഡംബരങ്ങൾ ഒഴിവാക്കി ആവശ്യങ്ങൾ നിറവേറ്റുന്ന
സംശുദ്ധമായ ഒരു ഭരണം കാഴ്ചവെക്കുന്ന ഒരു മന്ത്രിസഭയായിരിക്കണം ഇതെന്ന് ആഗ്രഹിക്കുന്നു. ജാതിമത വൈരുദ്ധ്യങ്ങളില്ലാതെ മനുഷ്യ സ്നേഹപരമായ ഒരു സാമൂഹ്യ ജീവിതം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരും കാലങ്ങൾ കണ്ടറിയുക. നിങ്ങൾ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് നന്ദി. ചുരുങ്ങിയ വാക്കുകളിൽ പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ കയ്യടികൾ ശക്തമായി ഉയർന്നു. ആ ശബ്ദ തരംഗങ്ങൾക്കിടയിൽ പുരുഷാരങ്ങൾക്കകലെ ആനന്ദന്റെ കണ്ണുകൾ ഉടക്കി നിന്നു. പറഞ്ഞറിയിക്കാനാവാത്ത വികാരങ്ങൾ വിതുമ്പി. കയ്യിൽ പൂച്ചെണ്ടുമായി മെല്ലെ കടന്നു വരുന്നത് ആരാണ്? അത് തന്റെ ചേച്ചി സൂര്യാദേവി. കണ്ണുകൾക്ക് വിസ്മയം, കാതുകളിൽ മുഴക്കം. വർഷങ്ങൾക്ക് ശേഷമുള്ള സമാഗമം. ചേച്ചി, ചേച്ചി. ആനന്ദന്റെ ചുണ്ടുകൾ ചലിച്ചു. ആ കണ്ണുകൾ നനഞ്ഞു. അവൻ വേദിയിൽ നിന്നും മതിമറന്നോടി തന്റെ ചേച്ചിയുടെ അരികിലേക്ക്. ജനങ്ങൾ ആ പോക്ക് ശ്രദ്ധിച്ചു. ചെന്നപാടെ സൂര്യാദേവിയെ കെട്ടിപ്പിടിച്ചു. ആ സ്നേഹാശ്ലേഷങ്ങൾക്കിടയിൽ പൂച്ചെണ്ട് അന്യമായി. മൗനങ്ങൾ കഥ പറയുന്ന ഒരു രംഗം അവിടെ തെളിഞ്ഞു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു നോവലുമായിട്ട് വരുന്നതാണ്. നന്ദി.